ഇപ്പൊ ഉള്ളതിൽ നിന്നും ഒരു 10x 10 ഇരട്ടി ഗ്രോത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. 10 കോടിയെ കുറിച്ച് ചിന്തിക്കുന്നവനോട് 100 കോടിയെ കുറിച്ച് ചിന്തിപ്പിക്കാം. നമ്മുടെ ബിസിനസ് വളരാതിരിക്കാനുള്ള നമ്പർ 1 റീസൺ നമ്മുടെ തലച്ചോറ് വളരാഞ്ഞിട്ടാണ്. ബുക്കിൽ നോക്കി പഠിച്ച ഒരു കോച്ചല്ല. ബിസിനസ്സിൽ ഗ്രോ ചെയ്യണം. തന്റെ ബിസിനസ്സിനെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും ആദ്യം ഡബിളാക്കി, പിന്നെ ഒരു 10 ഇരട്ടിയാക്കി, ഒരു സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ ആക്കി, നാളെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ IPOയിലേക്കോ പോകുന്ന ഒരു വലിയ കമ്പനിയാക്കി, നമ്മൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു ബ്രാൻഡാക്കി വളർത്തണമെന്നൊക്കെ സ്വപ്നം കാണുന്ന ആളുകളെ, ചിലപ്പോൾ സ്വപ്നങ്ങളെ ഉണ്ടാവുള്ളൂ, നമുക്കത് എങ്ങനെ നടത്തണമെന്നറിയില്ല. അപ്പോൾ അവർ ആ ജേണിയിലേക്ക് കൈപിടിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോസസ്സ്. 26 കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 2027 ആകുമ്പോഴേക്കും കിട്ടുന്ന പ്രോഫിറ്റ് ഡബിൾ ആക്കുക, കസ്റ്റമർ സെഗ്മെന്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സിസ്റ്റത്തിലാണ്. നമുക്ക് 95 കിട്ടുമ്പോഴല്ലേ അവർക്ക് 5 കിട്ടുന്നത്. കസ്റ്റമർക്ക് കറക്റ്റ് വാല്യൂ കൊടുക്കണം. ലാസ്റ്റ് പോയി നിങ്ങൾ ചാടുന്നത് ഒരു കുഴിയിലേക്കായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിസിക്കൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? ഏകദേശം 50ഓളം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ വന്നിട്ട് ഒരു 100 സെഷൻ, അങ്ങനെയും എല്ലാ ആഴ്ചയിലും എൻ്റെ സെഷനോട് കൂടി ഒരു 52 സെഷൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ടീം ആൻഡ് സിസ്റ്റം. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള വാശി കൊണ്ടാണ് നമ്മൾ വളരാത്തത്. ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ടീം ആൻഡ് സിസ്റ്റം. നമ്മൾ പ്രോഗ്രാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് നമ്മുടെ ടോപ്പിക്കിലൂടെ ഞാനൊന്ന് കടന്നു പോകട്ടെ. പിന്നെ എന്നിട്ട് എല്ലാവർക്കും സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ട് നമ്മൾ സെഷൻ ക്ലോസ് ആവുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ആമ്പിൾ ടൈം കിട്ടും. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് മൂന്നാറിലാണ്. ബിസിനസ് ഇമ്മർഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 മുതൽ നമ്മുടെ ഒരു പൊതുവെ നമ്മളൊരു 2035 വിഷൻ സെറ്റ് ചെയ്ത് അതിൽ നെക്സ്റ്റ് 10 ഇയേഴ്സ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയുള്ള ഒരു 11 ദിവസത്തെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ അടുക്കാണ് ടീം വിളിച്ചിട്ട് നമ്മുടെ ബിസിനസ് കോച്ചിങ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ഒരു ഓൺട്രപ്രണേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ്മെൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള അവസരം തരും. ആദ്യത്തെ നമ്മുടെ ഒരു 30-40 മിനിറ്റ്സ് നമ്മളെ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. മറ്റേ നമ്മൾ എൻ്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ ടോപ്പിക്കിൻ്റെ ഫ്ലോ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ബിസിനസ്സിൽ ഗ്രോ ചെയ്യണം, തൻ്റെ ബിസിനസ്സിനെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും ആദ്യം ഡബിളാക്കി, പിന്നെ ഒരു 10 ഇരട്ടിയാക്കി, ഒരു സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ ആക്കി, നാളെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ IPOയിലേക്കോ പോകുന്ന ഒരു വലിയ കമ്പനിയാക്കി, നമ്മൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു ബ്രാൻഡാക്കി വളർത്തണമെന്നൊക്കെ സ്വപ്നം കാണുന്ന ആളുകളെ, ചിലപ്പോൾ സ്വപ്നങ്ങളെ ഉണ്ടാവുള്ളൂ, നമുക്കത് എങ്ങനെ നടത്തണമെന്നറിയില്ല. അപ്പൊ അവർ ആ ജേണിയിലേക്ക് കൈപിടിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് ഇമ്മർഷൻ അല്ലെങ്കിൽ ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ കാര്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 200 ഓൺട്രപ്രണേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെ അല്ലെങ്കിൽ 200-300 പേര് നമ്മളുണ്ടാവും. നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ജനുവരി മുതൽ തന്നെ ഒരു ഗോൾ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. നമ്മളെ ബിസിനസ് ആദ്യം നമ്മളെ തുടക്കം ഇങ്ങനെ ആവട്ടെ. നമ്മളിപ്പം എവിടെയാണോ ഉള്ളത്, അത് 2 കോടി ആവട്ടെ, 10 കോടി ആവട്ടെ, 20 കോടി ആവട്ടെ, 50 കോടി ആവട്ടെ, 100 കോടി ആവട്ടെ, എവിടെയാണോ ഇപ്പോൾ ഉള്ളത്, എത്ര പ്രോഫിറ്റ് ആണോ നമുക്ക് ഈ വർഷം കിട്ടുന്നത്, അത് 2026 കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 2027 ആകുമ്പോഴേക്കും കിട്ടുന്ന പ്രോഫിറ്റ് ഡബിൾ ആക്കുക എന്നുള്ള. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, 10 കോടി ചെയ്തിരുന്ന ഞാനിപ്പോൾ 20 കോടി ചെയ്തല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് നിന്നാണ് പിന്നെ ആ 10 20 ആകുന്നതും ആ 20 40 ആവുന്നതും. യൂഷ്വലി എൻ്റെ കോച്ചിങ്ങിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 1 കോടി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ 1 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നത്തെ 1 കോടി, അതായത് ആ 1 കോടി 2 കോടിയാക്കാൻ പണിയില്ല. ആ 2 കോടി 4 കോടിയാക്കാൻ പണിയില്ല. അത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മളെ എഫേർട്ട് കുറയും, നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂടും. അങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. അപ്പം ആ ഡബിൾ അതായത് 1 2 ആക്കുക, 2 4 ആക്കുക, 4 8 ആക്കുക, 8 16 ആക്കുക, അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ എപ്പോഴും പോവുക. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഡബിൾ ആക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആദ്യത്തെ ഇയറിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുക. അതെന്തിനാന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ ഗ്രോത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഈ ഒരു ഏരിയയിൽ, ഇപ്പം ഒരാളുടെ പ്രോഫിറ്റ് ഡബിൾ ആക്കണമെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആദ്യം വേണ്ട സാധനം, നിങ്ങളിപ്പോൾ എത്രയാണോ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത്, അത് ഡബിൾ ആക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ പേടി,
നമ്മുടെ ബിസിനസ് വളരുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡബിൾ ആക്കണം എന്ന് തീരുമാനിക്കൂല. എൻ്റെ എപ്പോഴും ഏതൊരു ക്യാമ്പിൽ ആര് വന്നാലും അല്ലെങ്കിൽ ഏതൊരു ട്രെയിനിങ്ങിൽ ആര് വന്നാലും എപ്പോഴൊക്കെ ഗോളുകൾ എഴുതി വെച്ചിട്ടുണ്ടോ ആ എഴുതി വെച്ച ഗോളുകളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു പെന്നും പേപ്പറും എടുത്ത് ഇപ്പൊ എഴുതിക്കോ, എൻ്റെ ബിസിനസ് ഈ വർഷം ഞാൻ ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ഡബിൾ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് എഴുതിയിട്ട് മതി മുന്നോട്ട് പോലെ. എൻ്റെ ബിസിനസ് ഞാനിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഡബിൾ ആക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വരുമാനം ഞാനിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ടേക്ക് ഹോം, എസ്പെഷ്യലി ഇത് ബിസിനസ് കോച്ചിങ് ക്ലബ്ബാണ്, അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യം തന്നെ സംസാരിക്കാം നമുക്ക്. എൻ്റെ ബിസിനസ് ഞാനിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഡബിൾ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ തീരുമാനിച്ചു. അതാദ്യം നടക്കട്ടെ ഫസ്റ്റ്. അത് നടന്നാലുള്ള സുഖം തന്നെ. യൂണിവേഴ്സൽ റൂൾ അല്ലെങ്കിൽ ലോ എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവന്റെ ലക്ഷ്യം എഴുതി വെച്ചാൽ തന്നെ 50% അത് അച്ചീവ്ഡ് ആണെന്നാണ്. ഒരു മനുഷ്യൻ അവന്റെ ഗോൾ എഴുതി വെച്ചാൽ തന്നെ 50% അച്ചീവ്ഡ് ആണെന്നാണ്. അപ്പൊ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, പിന്നെ നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതും നമ്മൾ എന്താ പറയാ, നമുക്ക് യൂണിവേഴ്സ് തന്നെ അതിനു വേണ്ടി ഇങ്ങനെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി തരിക ചെയ്യാം. യൂണിവേഴ്സ് തന്നെ അതിനു വേണ്ടി ഇങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കി തരിക ചെയ്യാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് അത് എഴുതുക എന്നുള്ളതാണ്. ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ഇങ്ങനെ പോയാൽ പോരാ, കിട്ടിയത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പോയാൽ പോരാ, ഇനി ഉള്ളത് ഡബിൾ ആക്കണം. ഈ വർഷം എന്താ 2026 എന്ന് പറയുന്ന വർഷം ഉണ്ടെങ്കിൽ കിട്ടിയത് ഡബിൾ ആക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് എല്ലാവരുടെ ഭാഗത്തും ആദ്യത്തേത് വേണ്ടത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ അത് എത്രയായാലും കുഴപ്പമില്ല. 1 കോടിയുള്ളവൻ 2 കോടിയാവും, 2 ഉള്ളവൻ 4 ആവും, 4 ഉള്ളവൻ 8 ആവും, 8 ഉള്ളവൻ 10 ആവും. എത്രയാണോ നിങ്ങൾക്കുള്ളത് ഡബിൾ ആക്കണം. നമുക്ക് അതിനുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. പിന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഡബിൾ ആക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഗ്രോത്ത് തന്നെയാണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണം എടുത്തെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഫാർമസി ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തു. അതിന്റെ ഒരു സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആയിട്ട് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് അവർ 7 ഔട്ട്ലെറ്റ് ഉള്ള ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതേമാതിരി കൂടിയിരുന്ന് ജോർജിയയിലിരുന്നു, ക്യാമ്പിലിരുന്നു. നമ്മൾ 2 രീതിയിലുള്ള ഗ്രോത്ത് ഗോൾസ് അല്ലെങ്കിൽ വിഷൻ സെറ്റ് ചെയ്തു. ഒന്ന്, 2030 ആകുമ്പോഴേക്ക് 150 ഔട്ട്ലെറ്റ്, അതായത് ടോട്ടൽ 5 വർഷം നമ്മളെടുത്ത സമയമുള്ളൂ, അല്ലെങ്കിൽ 6 വർഷം സമയമുണ്ട്. 2030 ആകുമ്പോഴേക്ക് 150 ഔട്ട്ലെറ്റ് ആവണം. ആകെ 7 ഉള്ളിട്ടൊപ്പം. അതാണ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് നമുക്ക് പിരാന്താണെന്ന്. പിന്നെ 2035 ആകുമ്പോൾ അത് 500 ഔട്ട്ലെറ്റ് അക്രോസ് GCC ആൻഡ് ഇന്ത്യയുള്ള ബ്രാൻഡായി വളരണം എന്നുള്ള വിഷൻ എഴുതി വെക്കാൻ ഞങ്ങൾ ആദ്യം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അതിനെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മൾ ഗോളുകളാക്കി മാറ്റി. അപ്പൊ 2023, 24, 25, 23, 24, 25 ചെറിയ രീതിയിൽ 7 ഉള്ളത് നമുക്ക് ആദ്യം ഒരു 12 ആക്കാം, 12 ഉള്ളത് നമുക്ക് 20 ആക്കാം, 20 ഉള്ള 25 ആക്കാം. അങ്ങനെ 2.5 വർഷക്കാലം കൊണ്ട് 2.5 വർഷമാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 2 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. 2 വർഷത്തിനുള്ളിൽ ആ 7 ഉള്ളത് 25 ആവണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഗോളിൽ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഓരോ മാസത്തിലും എവിടെ തുറക്കണം, ഏത് ക്വാർട്ടറിൽ ഏത് തുറക്കണം, എവിടെ തുറക്കണമെന്ന് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അതിലേക്ക് വർക്ക് ചെയ്ത് ആസ് ഓഫ് ടുഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വർഷം 2.5 വർഷമായി. ഇപ്പൊ നമുക്ക് 27 ഔട്ട്ലെറ്റ്സ് ആയി, പ്ലസ് ഒരു ഹോൾസെയിൽ ഡിവിഷനുമായി, പ്ലസ് ഒരു ട്രേഡിംഗ് ഡിവിഷനുമായി. അപ്പം ഞാൻ ഇത് വീണ്ടും കോൺഫിഡൻസോട് കൂടി പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വളരാത്തതിന്റെ നമ്പർ 1 റീസൺ എന്ന്, ഇപ്പൊ നമ്മൾ നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പേടിയാണ്. വർക്ക് ചെയ്യലൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക് ഫണ്ട് ഇറക്കൽ അവിടെ നിൽക്കട്ടെ, ടീം ബിൽഡ് ചെയ്യലൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കൊരു വെള്ള പേപ്പർ എടുത്തിട്ട് എന്റെ 10 ഔട്ട്ലെറ്റുള്ള ഷോപ്പ് 25 ആക്കണം, 50 ആക്കണം, 100 ആക്കണമെന്ന് എഴുതാൻ നമുക്ക് പേടിയാണ്. നെക്സ്റ്റോ എറൗണ്ട് 2013-14 കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഉള്ള 24 ഔട്ട്ലെറ്റ് 100 ഔട്ട്ലെറ്റ് ആക്കണമെന്ന് എഴുതുന്നത്. ഇപ്പൊ നെസ്റ്റോക്ക് 100-ലധികം 130-ലധികം ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ ആരൊക്കെ എഴുതിയിട്ടുണ്ടോ? റോയൽ മാർട്ട് 2023 കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഉള്ള 17 ഔട്ട്ലെറ്റ് 100 ഔട്ട്ലെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് വിഷൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 34 ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനും എഴുതി വെച്ചിട്ട് അവരുടെ ഗ്രോത്ത് ആ എഴുതിയതുപോലെ നടക്കാനിരുന്നിട്ടില്ല. ആകെ പേടി നമ്മുടെ മൈൻഡിന് ഗ്രോ ചെയ്യാനുള്ള പേടിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ആനുവൽ കോച്ചിങ് പ്രോസസ്സിലൂടെ നമ്മൾ ആദ്യമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സെയിൽ ഡബിൾ ആക്കണമെന്ന് എഴുതി അതിന്റെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അത് മാസം ബൈ മാസം അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് എല്ലാ ആൾട്ടർനേറ്റീവ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഇരുന്ന് എന്തായി, ഓരോ ആഴ്ചയിലും നിങ്ങളായിട്ട് വന്ന് എവിടെ എത്തി, എന്തായി എന്ന് ചോദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് ആവേശം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ നമുക്ക് ആവേശം ഉണ്ടാവില്ല. പക്ഷെ എന്നും നമ്മളെ പിടിച്ചിരുത്തി എന്തായി കാര്യങ്ങൾ, എന്തായി കാര്യങ്ങൾ, നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നീ ചെയ്തോ
എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി വരും, നമ്മളത് ചെയ്യും. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനും ഒരിക്കലും എഴുതി വെച്ച ഗോള് വളരാതിരുന്നു. അപ്പൊ ഗ്രോത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രോത്തിന് ഷോപ്പ് ഒന്നുള്ളവൻ 2 ആക്കുക, 2 3 ആക്കുക, 3 4 ആക്കുക എന്നുള്ളത് തന്നെയാണ് പ്രോഫിറ്റ് ഡബിൾ ആക്കാനുള്ള ഒരു സ്ട്രാറ്റജി. പക്ഷെ എപ്പോഴും നമ്മൾ ഗ്രോത്ത് മാത്രം ചെയ്യേണ്ടതില്ല, അതിന്റെ കൂടെ മറ്റ് പല സ്ട്രാറ്റജികളും കൂടി ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 സ്റ്റോറുള്ള ഒരാള് 15 സ്റ്റോർ ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഡബിൾ പ്രോഫിറ്റ് കിട്ടും. അതായത് 10 സ്റ്റോറുള്ള ആൾ ഡബിൾ പ്രോഫിറ്റ് കിട്ടാൻ 20 സ്റ്റോർ ഓപ്പൺ ചെയ്യേണ്ടതില്ല, അയാൾ 15 സ്റ്റോർ ഓപ്പൺ ചെയ്താൽ മതി. ബാക്കി പ്രോഫിറ്റ് വരുന്നത് സ്ട്രാറ്റജികളിലൂടെയാണ്. അത് 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, വളരുന്തോറും നമ്മുടെ പണി കുറയും, പ്രോഫിറ്റ് കൂടും. അതിലിപ്പോൾ ഓരോ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഇപ്പം റോയൽ മാർട്ടിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഡിവിഷനിൽ നമ്മൾ കയറിയ സമയത്ത് അതിൽ 17 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും ഈ 17 ഔട്ട്ലെറ്റിനും ഡിഫറെന്റ് പർച്ചേസ് ആയിരുന്നു. ഒരു ഉദാഹരണം, നമ്മൾ എന്ത് സാധനം മേടിക്കുമ്പോഴും ചിലപ്പോൾ 100 പീസോ 200 പീസോ ആയിരിക്കും ഓരോ ഷോപ്പ് മേടിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ, ഈ 17 ഷോപ്പ് പ്ലസ് വളർന്നു വരുന്ന ഷോപ്പുകൾ കൂടി, അപ്പൊ 35 ഷോപ്പുകളോ 34 ഷോപ്പുകളായി. അപ്പൊ ഈ ഷോപ്പുകൾക്കെല്ലാം കൂടി ഒരു സെൻട്രൽ പർച്ചേസ് സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണ്, സെൻട്രൽ പർച്ചേസ് സിസ്റ്റം സെറ്റാക്കുക. അപ്പൊ 100 പീസിന് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് 10,000 പീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 5,000 പീസിന് വേണ്ടിയിട്ടോ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ബെറ്റർ പ്രൈസിൽ, ബെറ്റർ മാർജിനിൽ നമുക്ക് വാങ്ങിയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ വിൽക്കുന്ന പീസ് സെയിം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഫിറ്റ് ഇവിടെ കൂട്ടാൻ പറ്റും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറഞ്ഞ, ഫാർമസി ഡിവിഷനിലൊക്കെ നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, അതുപോലെ വൈറ്റാലിറ്റി പ്രൊഡക്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ GP ഒരു നിശ്ചിത എമൗണ്ട് പെർസെൻറ്റേജ് ആയിരിക്കും, 50% ആയിരിക്കും, 60% ആയിരിക്കും, 70% ആയിരിക്കും, ഒരു നിശ്ചിത പെർസെൻറ്റേജിലാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഓക്കെ, ഒരു വർഷത്തിൽ 5 മില്യൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സംഖ്യ പർച്ചേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുക, നമ്മുടേതായിട്ടുള്ള ബ്രാൻഡിൽ, നമ്മുടേതായിട്ടുള്ള സോഴ്സിങ്ങിൽ ഡയറക്ട്ലി ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അവിടെ സംഭവിക്കുന്നത്, നമ്മളുടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപക്ഷെ 50% ആണ് നമുക്ക് GP കിട്ടുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിൽ മാത്രം നമുക്ക് 100% GPയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടിയിട്ടില്ല, കൂട്ടണം, കാരണം നമ്പർ ഓഫ് സ്റ്റോർ കൂടുമ്പം പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടും. പക്ഷെ പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടാതെ തന്നെ നമ്മൾ ഈ ജസ്റ്റ് ഓൺ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓൺ സോഴ്സിങ് കണ്ടെത്തി എന്ന കാരണത്താൽ മാത്രം നമുക്ക് ബേസിക്കലി പ്രോഫിറ്റ് ഡബിൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒരു എലമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരുന്നു, അതുപോലെ വൈറ്റമിൻസ് ആയാലും അതല്ലെങ്കിൽ നമ്മുടെ വൈറ്റാലിറ്റി പ്രൊഡക്ട്സ് ആയാലും, ഇതൊക്കെ നമ്മളിപ്പോൾ സ്പെയിനിൽ നിന്ന് ലോക്കൽ പർച്ചേസ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം സ്പെയിനിൽ നിന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ബ്രാൻഡ് ഇറക്കാൻ തുടങ്ങി. അപ്പൊ അതുമേൽ നമ്മൾ വിൽക്കുന്ന നമ്പർ ഓഫ് ബോട്ടിൽസിന്റെ എണ്ണം കൂടാതെ തന്നെ അതേ ഷോപ്പിൽ അതേ നമ്പർ ഓഫ് ബോട്ടിൽസ് വിറ്റിട്ട് തന്നെ നമ്മളെ പ്രോഫിറ്റ് ഡബിൾ ആക്കാൻ നമുക്ക് ആ വിഷയത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ട്രാവൽ ആൻഡ് ഗ്രോ തുടങ്ങിയ വർഷത്തിൽ നമുക്ക് കുറെ ട്രാവൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ എന്താണ് പറയുക, FITs ആയാലും ഗ്രൂപ്പ്സ് ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ വളരെ കുറച്ചാണ്. ഇപ്പൊ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 10%, 5% ഒക്കെ പ്രോഫിറ്റബിലിറ്റി വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എടുത്ത ഒരു വലിയൊരു ഷിഫ്റ്റ് എന്തായിരുന്നു വെച്ചാൽ, ഈ മലേഷ്യ, തായ്ലൻഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചീപ്പർ സെഗ്മെന്റ്, അല്ലെങ്കിൽ 40,000 50,000 രൂപക്ക് പാക്കേജ് കൊടുക്കുന്ന ചീപ്പർ സെഗ്മെന്റ്, അതിൽ നമ്മൾ എത്ര പാക്കേജ് ചെയ്താലും വർഷത്തിൽ 3,000 5,000 ആളെ പറഞ്ഞയച്ചാലും നമുക്ക് ഉണ്ടാക്കാവുന്ന പ്രോഫിറ്റ് വളരെ കുറവാണ്. അപ്പം നമ്മളെടുത്ത ഒരു വെരി സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഷിഫ്റ്റ്, നമ്മളിപ്പോൾ നോർമലായിട്ട് അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെന്റ് അല്ലാതെ മലേഷ്യയോ തായ്ലൻഡോ അല്ലെങ്കിൽ ആ ഒരു എക്കണമി സെഗ്മെന്റിലുള്ള ഒരു ടൂറും ഇപ്പോൾ ചെയ്യുന്നില്ല. നമുക്ക് ഹൈ എൻഡ് ടൂറിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അതായത് അത് യൂറോപ്പ് ആവട്ടെ, അത് അമേരിക്ക ആവട്ടെ, തുർക്കി ആവട്ടെ, മൊറോക്കോ ആവട്ടെ, അല്ലെങ്കിൽ ചൈന ആവട്ടെ, അങ്ങനെയുള്ള ഒരു 1.5 ലാഖിന്റെ മേലേക്ക് മാത്രം വരുന്ന പ്രൊഡക്റ്റ്. അപ്പോഴും നമ്മളിവിടെ പ്രോഫിറ്റ് ഇടുന്നത് ചിലപ്പം 5% 10% ആയിരിക്കും. യൂറോപ്പിലേക്കും നമ്മൾ 5% 10% തന്നെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ഇടുക. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് സെയിം ആണ്. അപ്പം മലേഷ്യയിലേക്ക് വിൽക്കാൻ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റ് സെയിം ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ കോസ്റ്റ് സെയിം ആണ്, സെയിൽസ് സ്റ്റാഫിന്റെ കോസ്റ്റ് സെയിം ആണ്, അവന്റെ സാലറി സെയിം ആണ്, ഒക്കെ സെയിം ആണ്. പക്ഷെ അവൻ വിൽക്കുന്നത്, ഒരു ക്ലയന്റിനെ അക്വയർ ചെയ്തിട്ട് അവൻ വിൽക്കുന്നത് 40,000ത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, അതിന്റെ 5% 2,000 രൂപയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. ഇതേ എക്സ്പെൻസിൽ നമ്മൾ അമേരിക്കൻ പാക്കേജോ അതല്ലെങ്കിൽ യൂറോപ്യൻ പാക്കേജോ അല്ലെങ്കിൽ തുർക്കി പാക്കേജോ ചൈന പാക്കേജോ ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ് സ്റ്റാഫ്, അതിന്റെ ഇൻസെന്റീവ്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ 5% നമ്മൾ മാർജിനും സെയിം ആണ്.
പക്ഷേ നമ്മൾ വിൽക്കുന്നത് 3 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇവിടെ കൂടി. സെയിം അധ്വാനം, സെയിം ടൈം, സെയിം എഫേർട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമർ സെഗ്മെന്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരിക്കൽ ഒരു ഇന്റീരിയർ സെഗ്മെന്റിന്റെ ഒരാൾ കോച്ചിങ്ങിന് വേണ്ടി വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് 8 കോടി രൂപയുടെ സെയിലാണ്, വർഷത്തിൽ 8 കോടി രൂപ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ആവറേജ് ബില്ലിംഗ് ഇങ്ങനെ നോക്കുമ്പോൾ 5 ലക്ഷം, 8 ലക്ഷം, 12 ലക്ഷം, 5 ലക്ഷം, 8 ലക്ഷം, 12 ലക്ഷം. ആ സെഗ്മെന്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി, ഈ വർഷം മുതൽ നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ വരുന്നത് വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന ക്ലയൻസ് ആണ്. അതായത് മാർക്കറ്റിങ്ങിലൂടെ അല്ല, ക്ലയന്റ് ബൈ ക്ലയന്റ് ഇങ്ങനെ വന്നിട്ട്. അപ്പം അവരോട് നമുക്ക് നല്ല ഒരു ബജറ്റ് ഇടാനും പറ്റുന്നില്ല, നല്ല ഒരു മാർജിൻ ഇടാനും പറ്റുന്നില്ല. കാരണം ഒക്കെ അറിയുന്ന കസ്റ്റമേഴ്സ് ആണ്, അതൊക്കെ പേഴ്സണലി ബാർഗെയിൻ ചെയ്തു പോകും. അപ്പൊ നിങ്ങൾ ഈ അറിയുന്ന കസ്റ്റമർ, മുതലാളിനെ വിളിച്ച് വരുന്ന കസ്റ്റമർ സെഗ്മെന്റ് മാറ്റിയിട്ട് നമുക്കൊരു സെയിൽസ് ടീം, മാർക്കറ്റിംഗ് ടീം ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് മാർക്കറ്റിംഗ് ടീം നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രൊജക്ടുകളൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യട്ടെ. അതിൽ വരുന്ന ലീഡുകൾ സെയിൽസ് ടീം ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യട്ടെ. എന്നിട്ട് ഇനി മുതൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്യും, 20 ലക്ഷത്തിന്റെ മേലെ ഇല്ലാത്ത ഒരു ഇന്റീരിയർ പ്രൊജക്റ്റും നിങ്ങൾ എടുക്കരുത്, സ്മോൾ സാധനം നിങ്ങൾ എടുക്കരുത്. നമ്പർ ഓഫ് കസ്റ്റമർ സെയിം, നമ്പർ ഓഫ് പ്രൊജക്ട് സെയിം, നമ്പർ ഓഫ് കസ്റ്റമർ സെയിം, നമ്പർ ഓഫ് പ്രൊജക്ട് സെയിം, എല്ലാം സെയിം. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് സെയിം. പക്ഷെ ആകെയുള്ള ഡിഫറൻസ്, ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്താൽ പണ്ട് 5 ലക്ഷം കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്താൽ 20 ലക്ഷം കിട്ടും. ഈവൻ മാർജിൻ സെയിം. അപ്പൊ ഒരു ചെറിയ എന്താ പറയാ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ആശയവും കസ്റ്റമർ സെഗ്മെന്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആശയം രണ്ടും കൂടി. ഈവൻ എന്താ പറയാ, നമ്മൾ ഒരു റിച്ച് കസ്റ്റമർ ആകുമ്പോൾ പൂർ കസ്റ്റമറുടെ അടുത്ത് 5 ലക്ഷത്തിന്റെ ഇന്റീരിയർ സെഗ്മെന്റ് ചെയ്യുന്ന ആളടുത്ത് നമ്മൾ ഒരു 5% പ്രോഫിറ്റ് ഇടുമ്പോൾ, കുറച്ചും കൂടി റിച്ചർ ആയിട്ടുള്ള കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് ഒരു 8%, 10%, 12% ഒക്കെ നമുക്ക് പ്രോഫിറ്റ് ഇടാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിയാണ്, ഒരു ചെറിയ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആണ്. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോഫിറ്റ് ഡബിൾ ആക്കണം എന്ന് നമ്മളൊന്ന് തീരുമാനിക്കണ്ടേ? പ്രോഫിറ്റ് ഡബിൾ ആക്കണം, ഞാൻ ചെയ്യുന്ന സാധനം ഡബിൾ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നമ്മൾ ചെയ്ത് നമ്മളതിൽ വർക്ക് ചെയ്യാൻ റെഡിയായാൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു പ്രധാന എലമെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി. ഞാൻ കുറെ പറഞ്ഞു, ഇതിൽ ഇനിയും കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് കാര്യങ്ങൾ. അതിന് ഇയർ മുഴുവൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓരോ ആഴ്ചയിലും എല്ലാ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും ഇരുന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ സമയത്ത് നമ്മൾ സ്റ്റക്കാവും. സാറേ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മളൊരു ആവേശത്തിന് എടുത്ത് ചാടി നമ്മൾ തുടങ്ങി, പക്ഷെ നമ്മളെ കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളൂ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ചോദിക്കണം, നമുക്ക് അതിന്റെ ഉത്തരം പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ ആഴ്ചയിലും 3-4 ദിവസം നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊരു എലമെന്റ്, നമ്മൾ പ്രോഫിറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ മറ്റൊരു സെഗ്മെന്റ് ലീക്കേജ് കുറക്കുക എന്നുള്ളതാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ചില സമയത്ത് സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യാന്ന് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് സെഗ്മെന്റിലേക്ക് പോയപ്പോൾ അവിടെ ഈ സ്റ്റോക്ക് ഡേയ്സ് ഉണ്ടാവും. ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്റ്റോക്ക് വിറ്റ് കളയണം എന്നുള്ള ഒരു ഡേയ്സ് ഉണ്ടാവും. അപ്പൊ ആക്ച്വലി നമുക്ക് വേണ്ടത് ഒരു 45 ഡേയ്സ്, 30 to 45 ഡേയ്സിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ഇങ്ങനെ കറങ്ങണം എന്നാണ്. അപ്പൊ നമ്മൾ ആവറേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം 90 ഡേയ്സ്, അതായത് നമ്മുടെ പൈസ അവിടെ ഷെൽഫിൽ 90 ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് മര്യാദയ്ക്ക് എടുത്ത് കച്ചവടം ചെയ്ത് മൂവ് ചെയ്യാൻ, അപ്പൊ ആവശ്യമില്ലാത്ത സാധനം പർച്ചേസ് ചെയ്ത് മേലെ കയറ്റുന്നുണ്ട്, എന്നിട്ട് അത് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഓവറോൾ സ്റ്റോക്ക് 90 ദിവസം ഷെൽഫ് കിടക്കുന്നുണ്ട്. അതായത് ഏകദേശം വർഷത്തിൽ 4 റൊട്ടേഷൻ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഒരു റൊട്ടേഷനിൽ നമ്മൾ 2% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ 4 റൊട്ടേഷനിൽ ആകെ 8% പ്രോഫിറ്റ് ഉണ്ടാക്കാനേ നമ്മൾ പറ്റുള്ളൂ. പോരാ, ആ മെട്രിക്സ് അവിടെ പോരാ, ആ സിസ്റ്റം അവിടെ ഇല്ല, ഇൻവെന്ററി അവിടെ ഇല്ല. നമ്മൾ ആ ജസ്റ്റ് ഇൻവെന്ററി കൊണ്ടുവന്ന്, ആ സിസ്റ്റം കൊണ്ടുവന്ന് ഒരു 40 ദിവസം, 45 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട്, അറ്റ്ലീസ്റ്റ് 45 ദിവസം ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവറേജ് 8 റൊട്ടേഷൻ ചെയ്യാൻ പറ്റും സ്റ്റോക്ക്. നേരത്തെ ഇട്ട അതേ മാർജിൻ തന്നെ 2% നമ്മൾ ഇട്ടിട്ടുള്ളെങ്കിൽ പോലും ആ 8 2% ആകുമ്പോൾ 16% പ്രോഫിറ്റ് ആയാലും, അല്ലെങ്കിൽ 3% ആകുമ്പോൾ 24% പ്രോഫിറ്റ് ആയാലും, അല്ലെങ്കിൽ 4% ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ആയല്ലോ, 32 ആയല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആകെ ഇംപ്ലിമെന്റ് ചെയ്തത് സ്റ്റോക്ക് ഡേയ്സ് എന്നുള്ള ഒരു മോണിറ്ററി സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്തത്. അത് 90 ദിവസത്തിൽ നിന്നും 30 ദിവസത്തിലേക്ക് അല്ലെങ്കിൽ 40 ദിവസത്തിലേക്ക് ചുരുക്കി എന്നുള്ളത്. അത് ഇൻവെന്ററി ടീമിനെ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൂടി നമ്മൾ ചെയ്യുന്ന അതേ കച്ചവടം, അതേ പർച്ചേസ്, അതേ ഇൻവെസ്റ്റ്മെന്റ്, അതേ ക്യാഷ്, പക്ഷെ റൊട്ടേഷൻ കൂടി, പ്രോഫിറ്റ് കൂടി. കാരണം അതേ ക്യാഷ് കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ വർഷം മുഴുവൻ കച്ചവടം ചെയ്യുന്നത്, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ROI കൂടും. മറ്റൊരു എക്സാമ്പിള്, പിന്നെ നമ്മൾ സ്റ്റോക്ക്, എത്ര സ്റ്റോക്ക് നമുക്ക് വേണം എന്നുള്ള കറക്റ്റ് ഇതുണ്ട്. അപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഡിവിഷനിൽ പോയപ്പം അവർക്ക് ബേസിക്കലി അവരുടെ ഇപ്പോഴത്തെ സെയിൽസ് വോളിയം വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ 60 കോടിയുടെ സ്റ്റോക്ക് മതി. പക്ഷേ ഈ കമ്പനിയുടെ ആളുകൾ ഇങ്ങനെ വരും. അപ്പം മാനേജറെ സോപ്പിടും, മാനേജർ 100 പീസ് വാങ്ങിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ 50 പീസ് വാങ്ങി, അത് വിറ്റ് പോയിട്ടുണ്ടാവില്ല, വീണ്ടും വാങ്ങിക്കും. അങ്ങനെ
ഈ സെയിൽസ് ടീമുമായിട്ടുള്ള സൗഹൃദം കാരണം ഇങ്ങനെ സ്റ്റോക്ക് വാങ്ങി വെച്ച് ഷെൽഫിൽ ഓൾമോസ്റ്റ് 120 കോടിയുടെ സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. ഈ സെയിൽസ് വോള്യം വെച്ച് അവർ ചെയ്യുന്ന സെയിൽസ് വോള്യം വെച്ച് നമുക്ക് 60 കോടിയുടെ സ്റ്റോക്ക് കറക്റ്റ് റൊട്ടേഷൻ മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്കിത് സെല് ചെയ്യാൻ പറ്റും, ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഈ സാധനം ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് ആ 60 കോടി ഇങ്ങോട്ട് ക്യാഷായി വന്നാൽ, ഇനിയിപ്പോൾ 60 കോടി പോട്ടെ, ഒരു 30 കോടിയെങ്കിലും നമുക്ക് ആ ഷെൽഫിൽ നിന്ന് ക്ലിയർ ചെയ്ത് ക്യാഷ് ചെയ്ത് വന്നാൽ എത്ര നമുക്ക് ക്യാഷ് പർച്ചേസ് ചെയ്യാം, എത്ര മാർജിൻ ഇമ്പ്രൂവ് ചെയ്യാം. അതിൽ പകുതി എടുത്ത് ക്യാഷ് പർച്ചേസിന് ഉപയോഗിച്ചാലും ബാക്കി പകുതി എടുത്ത് നമുക്ക് 2-3 ഷോപ്പ് അധികം തുടങ്ങിക്കൂടെ. നമ്മളെ ഗ്രോത്തിൽ നമുക്കിപ്പോൾ ഇന്നുള്ള 15 ഷോപ്പ് 18 ഷോപ്പ് ആയിക്കൂടെ, അല്ലെങ്കിൽ 30 ഷോപ്പ് 34 ആക്കിക്കൂടെ. അപ്പോൾ നമ്മുടെ ക്യാഷ് ഷെൽഫിൽ കെട്ടിക്കിടന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സിസ്റ്റത്തിലാണ്. ഓരോ സ്മോൾ സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹോൾസെയിൽ ഡിവിഷൻ ഒരു സിസ്റ്റമാണ്, സ്റ്റോക്ക് റൊട്ടേഷൻ ഒരു സിസ്റ്റമാണ്, ഇൻവെന്ററി ടീം ഒരു സിസ്റ്റമാണ്, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റോക്കിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. വേറൊരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ മൈസൂർ സ്റ്റോറിൽ നമ്മൾ പോയപ്പോൾ, മൈസൂർ സ്റ്റോറിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 120 സ്റ്റാഫാണ്. 120 മുതൽ 150 വരെ സ്റ്റാഫ് ഉണ്ടായ ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു മെട്രിക്സ് എടുത്ത് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ്, ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര സ്റ്റാഫേ ഉണ്ടാകാവൂ എന്നുള്ള കണക്കുണ്ട്, ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര പിന്നെ കച്ചവടം വേണം എന്നുള്ള കണക്കുണ്ട്. രണ്ടും കണക്കുണ്ട്. ഇത് രണ്ടും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പം സ്ക്വയർ ഫീറ്റ് വെച്ച് നോക്കുമ്പം അവിടെ 80 സ്റ്റാഫ് മതി. 80 ഉണ്ടാകാൻ പാടുള്ളൂ. സ്ക്വയർ ഫീറ്റ് വെച്ച് നോക്കുമ്പം 150 സ്റ്റാഫ് അവിടെ നിന്നിട്ടും ഈ സ്ക്വയർ ഫീറ്റിന് ഉണ്ടാവേണ്ട ഒരു സെയിൽസ് വോളിയം അവിടെ വന്നിട്ടില്ല. 2 ആക്ഷൻ എടുത്തു. സ്റ്റാഫിനെ വിളിച്ചിട്ട് കറക്റ്റായിട്ട് എന്താണ് പറയാ, സെയിൽസ് ടാർഗറ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്തു. സെക്കൻഡ്, ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ പിരിച്ചുവിട്ടിട്ട് അത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റ് ഷോപ്പുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ 80 സ്റ്റാഫ്, നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു ഷോപ്പിൽ 40 സ്റ്റാഫിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടുത്തെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള സ്റ്റാഫ് മതി. വെറുതെ കുറെ ആള് കൂടിയരിച്ച് പാമ്പ് ചാവില്ലല്ലോ. ആള് കൂടിയരിച്ച് പാമ്പ് ചാവില്ല. കുറെ ആളെ വെച്ചിട്ട് കാര്യമില്ല, അത് ഒന്നുകൂടി പെർഫോമൻസ് കുറയാ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ആ 80 സ്റ്റാഫ് ആക്കി അവർക്ക് സെയിൽസ് ടാർഗറ്റ് ഇട്ട് നല്ല ഒരു ഇൻസെന്റീവ് സിസ്റ്റം വെച്ച് കൊടുത്തപ്പം കറക്റ്റായിട്ട് അത് പിക്കപ്പായി സെയിൽസ് കൂടി. ഇവിടെ സെയിൽസ് കൂടിയിട്ടില്ലെങ്കിൽ പോലും സ്റ്റാഫിന്റെ സാലറി മാത്രം സേവ് ആകുമ്പം ഇനഫ് റിക്വയർഡ് സ്റ്റാഫിനെ മാത്രം അതെപ്പോഴും നോക്കണം. ഈ റിക്വയർഡ് സ്റ്റാഫ് അല്ലാതെ 80 സ്റ്റാഫ് വരേണ്ട സ്ഥലത്ത് നമ്മൾ 120 സ്റ്റാഫ് ഹയർ ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിശുക്കും. നല്ല സ്റ്റാഫിനെ ഹയർ ചെയ്യൂല. വി ഹയർ ഡോങ്കീസ്. പണിയെടുക്കാത്ത അല്ലെങ്കിൽ പണി അറിയാത്ത കുറേ ആളുകളെ ഹയർ ചെയ്യരുത്. പണി അറിയുന്ന കുറച്ച് ആളുകളെ ഹയർ ചെയ്യും. അവരാ നമുക്ക് പ്രോഫിറ്റ് തരിക. അപ്പൊ അതായത് ഒരു ഉദാഹരണത്തിന് 2500 ദിറംസ് കൊടുത്താൽ ഒരാളെ കിട്ടും, 4000 ദിറംസ് കൊടുത്താൽ ഓനേക്കാൾ ഒരു പുലിയെ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പൈസ സേവ് ചെയ്യാൻ വേണ്ടി 2500 ആളെ ഹയർ ചെയ്യും, 4000 ഹയർ ചെയ്യില്ല. 4000 ഹയർ ചെയ്യൂ, എന്നിട്ട് അവൻ നമുക്ക് ലാഭം ഉണ്ടാക്കി തരട്ടെ. അപ്പൊ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താലേ, നല്ല ആളുകളെ ഹയർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് പൈസ തിരിച്ചു വരുള്ളൂ. അപ്പൊ നമ്മൾ ട്രാവൽ ആൻഡ് ഗ്രോയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന സെയിൽസ് ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ 2 പ്രധാന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രോഫിറ്റിനെ ഡബിൾ ആക്കാൻ പറ്റുന്നല്ല. ഇപ്പൊ നമ്മുടെ ഒരു ചൈന സെഗ്മെന്റ് മാത്രം എടുക്കാം. നമ്മൾ വെറും 3 വർഷമായ കമ്പനിയാണ്. 3 വർഷം നമ്മൾ കമ്പനി ആയിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ വർഷമൊക്കെ നമ്മൾ ഒരു 1000 കസ്റ്റമർ ആയിരുന്നു ആദ്യത്തെ വർഷം പോയിരുന്നത്. പിന്നീട് അത് 3000 കസ്റ്റമറായി ടോട്ടൽ നമ്മുടെ കസ്റ്റമർ വോളിയം. പിന്നീട് അത് 5000 കസ്റ്റമറായി ടോട്ടൽ വോളിയം. ഇപ്പൊ ചൈനയുടെ മാത്രം സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷം ഞങ്ങൾ വെറും 20 പേരെ കൊണ്ടാണ് ചൈനയിലേക്ക് പോയിട്ടുള്ളത്. 20. ഞാൻ ഈ ഡബിൾ ഇയർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ ഇയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊന്നും സാധ്യമല്ല, വെറുതെ പറയാളെന്ന്. അല്ല, നമ്മൾ ടച്ച് ചെയ്ത, ഒന്നെങ്കിൽ ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ കോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏത് കമ്പനിയിലും ഞാൻ ഡബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡബിൾ ഗ്രോത്ത് എല്ലാ വർഷവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രായോഗികമായി 100ഓളം കമ്പനിയിൽ അവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡബിൾ ആക്കിയ പക്ക എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇത്രയും കോൺഫിഡൻസോട് ഞാൻ പറയുന്നത് നമുക്ക് ഈ വർഷം നമ്മളെ പ്രോഫിറ്റ് ഡബിൾ ആക്കാൻ പറ്റും. മിനിമം ഡബിൾ. ശരിക്കും ഇത് ഡബിൾ ഒന്നല്ല ആവുക, അതിലും കൂടും. പക്ഷെ നമുക്ക് മിനിമം ഡബിൾ പിടിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ ട്രാവൽ ആൻഡ് ഗ്രോ ഞങ്ങൾ 2 സെഗ്മെന്റ് ചെയ്തു. ഒന്ന്, നല്ല മാർക്കറ്റിംഗ് ടീമിനെ ഹയർ ചെയ്ത്. അപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും കാണുന്നുണ്ടാവും, സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഒരാൾ മെസ്സേജ് ഇട്ടിനി, എൻ്റെ പൊന്നോ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുള്ള് ട്രാവൽ ആൻഡ് ഗ്രോ വീഡിയോ തന്നെ ഉള്ളത്, ഇനിയിപ്പോൾ നിങ്ങളെ വകയും കൂടി ഈ വീഡിയോ അയച്ചു തരലി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അത് നമ്മളൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റിംഗ് ടീം, അപ്പോൾ ഷബീർ ആവട്ടെ, അരുണാവട്ടെ, മുസിനാവട്ടെ, നമ്മുടെ ഫുൾ ടീം അതിലിരുന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ടീം അതിൽ നന്നായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ടീമിൽ ഒരു ഭാഗത്ത്. അപ്പം നല്ല ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് സ്മാർട്ടായിട്ടുള്ള പിള്ളേരെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺ കിട്ടുക. രണ്ടാമത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സെയിൽസ് ടീമിലാണ്.
ആളുകൾ എന്താക്കുന്ന വെച്ചാൽ സെയിൽസ് ടീമിന് ഒന്ന് സാലറി കുറവായിരിക്കും, രണ്ട് അട്രാക്റ്റീവ് ഇൻസെന്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. നമുക്ക് അവർ പൈസ ഉണ്ടാക്കി തരുമ്പോഴല്ലേ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത്. നമുക്ക് 95 കിട്ടുമ്പോഴാണ് അവർക്ക് 5 കൊടുക്കേണ്ടത്. നമുക്ക് 95 കിട്ടുമ്പോഴാണ് അവർക്ക് 5 ഇൻസെന്റീവ് കൊടുക്കേണ്ടത്. പക്ഷെ അവൻ 5 കിട്ടുമല്ലോ എന്നുള്ള പേടിയുണ്ട് അവൻ 5 കിട്ടരുത്, എനിക്ക് 95 കിട്ടിയില്ലാലും വേണ്ടില്ല, അവൻ 5 ഞാൻ കൊടുക്കൂല. അപ്പൊ എങ്ങനെയാ ഒപ്പം നല്ല ടീം നിൽക്കുക? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫൊക്കെ ഈ ഒരു മാസം മാത്രം നോക്കുകയാണെങ്കിൽ അവരുടെ സാലറിയുടെ ഒരു 10 ടൈംസ് അവർ ഇൻസെന്റീവ് മേടിച്ചിട്ടുണ്ട് ഈ മാസത്തിൽ. അവരുടെ സാലറിയുടെ 10 ടൈംസ് ഈ മാസം ഇൻസെന്റീവ് മേടിച്ചോട്ടെ. അവർക്ക് കല്യാണം കഴിക്കണ്ടേ, അവർക്ക് വീട് വെക്കണ്ടേ, അവർക്ക് വാഹനം മേടിക്കണ്ടേ, അവർക്ക് ഫ്യൂച്ചർ സെറ്റ് ചെയ്യണ്ടേ. അവര് നമ്മുടെ കൂടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ കൂടിയവരല്ലേ, അവര് വളരട്ടെ. പക്ഷെ നമുക്ക് 95 കിട്ടുമ്പോഴല്ലേ അവർക്ക് 5 കിട്ടുന്നത്. ഇത് നമ്മൾ മാത്രം വളരണം എന്ന് പറഞ്ഞാൽ വളരില്ല. ഇൻവെസ്റ്റ് ഇൻ യുവർ ടീം. പൊളിക്കും. നല്ല കുട്ടികളെ ഹയർ ചെയ്യ്, നല്ല പൈസ കൊടുത്തിട്ട്, എന്നിട്ട് നല്ല ടാർഗറ്റ് കൊടുക്ക്, അവർ വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നല്ല ഇൻസെന്റീവ് കൊടുക്ക്, പൊളിക്കും, കമ്പനി വളരും. അപ്പൊ നിങ്ങളിപ്പം ഒരു വർഷം നമ്മളിപ്പം കൂടി ഡബിൾ ആയാൽ അടുത്ത വർഷം വീണ്ടും കൂടാ. നമുക്കത് ഇപ്പൊ ഉള്ളതിൽ നിന്നും ഒരു 10x 10 ഇരട്ടി ഗ്രോത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവാ. ചിലപ്പോൾ ഒരു 5 വർഷം മതിയാവും. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ 2 4 ആവും, 4 8 ആവും, 8 12 ആവും. അതായത് 5 വർഷം കൊണ്ട് നമുക്ക് ഇപ്പൊ ഉള്ളതിൽ നിന്നും 10 ഇരട്ടി പിടിക്കാൻ പറ്റും. എന്റെ എക്സ്പീരിയൻസ് ആണ്. പിടിക്കാൻ പറ്റും എന്ന് വെറുതെ പറയല്ല, ചെയ്ത് കാണിച്ചാൽ പിടിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതാണ്, പിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് മൈൻഡ് സെറ്റാക്കിയാൽ മതി. ഇവിടുത്തെ പ്രശ്നം ഇതിന് സ്ട്രാറ്റജി അറിയാഞ്ഞിട്ടോ അതല്ലെങ്കിൽ കഴിയാഞ്ഞിട്ടോ മാർക്കറ്റിൽ നടക്കാത്തതോ ഒന്നുമല്ല. ഞാൻ കണ്ടെടുത്തോളം നമ്മുടെ ബിസിനസ് വളരാതിരിക്കാനുള്ള നമ്പർ 1 റീസൺ നമ്മുടെ തലച്ചോറ് വളരാഞ്ഞിട്ടാണ്. നമ്മളെ ബിസിനസ് ഗ്രോത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എല്ലാത്തിനും നമ്മൾ തന്നെ വേണം എന്നുള്ള തോന്നല് നമ്മളെ കൈ അവിടെ നിന്ന് എടുക്കാഞ്ഞിട്ടാണ്. നല്ല ടീമിനെ ഹയർ ചെയ്ത് അവരെ ഏൽപ്പിച്ചു നോക്കി, അവർ പണിയെടുക്കും. നമുക്ക് അടുത്ത പണിക്ക് പോകാലോ, നമുക്ക് അടുത്ത പണിക്ക് പോയിക്കൂടെ, അടുത്ത ഗ്രോത്തിലേക്ക് പോയിക്കൂടെ, അത്ര കൺട്രിയിലേക്ക് ഗ്രോ ചെയ്തൂടെ, നമുക്ക് അടുത്ത റീജിയനിലേക്ക് ഗ്രോ ചെയ്തൂടെ, അടുത്ത ബിസിനസ് മോഡലിലേക്ക് ഗ്രോ ചെയ്തൂടെ. ഇത് ഉള്ളത് നമ്മൾ തന്നെ പിടിച്ച് ഞാൻ തന്നെ പൂട്ട് തുറന്ന്, ഞാൻ തന്നെ ഷോപ്പിന്റെ ഷട്ടർ പൊക്കി, ഞാൻ തന്നെ കച്ചവടം ചെയ്ത്, ഞാൻ തന്നെ പൈസ വാങ്ങിച്ച്, ഞാൻ തന്നെ ബാങ്ക് കൊണ്ടുപോയിട്ടാലേ കച്ചവടം ആവുള്ളൂ എന്നുള്ള നമ്മുടെ ഒരു വാശി. ഞാൻ അവിടെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് നമ്മളെ വാശി. അങ്ങനെ കാര്യം നടക്കുക? അങ്ങനെ നടക്കൂല. ഇപ്പൊ നമ്മൾ ചില ഷോപ്പിലൊക്കെ പോയാല് കളവ് തീരെ നിയന്ത്രിക്കുന്നുണ്ടാവില്ല, ഡാമേജ് തീരെ നിയന്ത്രിക്കുന്നുണ്ടാവില്ല, ഡെഡ് സ്റ്റോക്ക്. ഇപ്പൊ ഒരു വയനാട് ബേസ്ഡ് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കുമ്പം അവിടെ ഡെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ വെറുതെ ഇമ്മൂവബിൾ ആയിട്ട് കിടക്കുന്ന സ്റ്റോക്ക് മാത്രം 4 കോടി രൂപയോളുണ്ട്. 4 കോടി രൂപയുടെ സ്റ്റോക്ക് പട്ടിക്കും പൂച്ചക്കും വേണ്ടാതെ അവിടെ കിടക്കുന്നുണ്ട്. അത് ഒന്നെങ്കിൽ അത് വിറ്റുപോകുന്ന സാധനമാണെങ്കിൽ ഒരു ഹാഫ് നമ്മൾ വാങ്ങിയ പൈസന്റെ പകുതിയെങ്കിലും ഇട്ടിട്ട് അത് ക്യാഷ് ആക്കി വെറുതെ അവിടെ കിടന്നിട്ട് നമുക്ക് അടുത്ത പർച്ചേസ് ചെയ്തൂടെ. അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. കഴിഞ്ഞ 3 മാസം എത്രയാണോ വിറ്റുപോയത് അതിന്റെ ഒരു ആവറേജ്, അല്ലെങ്കിൽ കഴിഞ്ഞ 40 ദിവസം എത്രയാണോ വിറ്റുപോയത് അതിന്റെ ആവറേജ് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇത്തരം മെട്രിക്സ് കൊണ്ടുവരണം എല്ലാത്തിനും. ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര സ്റ്റാഫ്, അതിന് ഒരു സ്റ്റാഫ് എത്ര പെർഫോം ചെയ്യണം. ഒരു സെയിൽസ്മാൻ ഫോർ എക്സാമ്പിൾ, ഒരാള് 2000 ദിർഹംസ് അയാൾ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ഓണർ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു സംഭവം, അയാൾ 20,000 രൂപയുടെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. മിനിമം ഞാൻ പറയണത് 2000 റിയാലെങ്കിലും റിയാൽ ശമ്പളം മേടിക്കുന്ന ഒരാൾ 20,000 ദിർഹംസ് എങ്കിലും അയാൾ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് അയാൾ ഉണ്ടാക്കിയാൽ അയാൾക്ക് ആ 20,000ന്റെ ഒരു 5% കൂടി കൊടുക്കുക. 20,000 ഒരു 1000 കൂടി ഉണ്ടാവും. അതായത് 17,000 പ്രോഫിറ്റ് നമ്മളത്. ഓന്റെ സാലറി അടക്കം അവന് 3,000. ആരും ബേജാറാവണ്ട, ഓൻ കൊണ്ടുപോകണ കണ്ടിട്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഓൻ നന്നായിക്കോട്ടെ, നമ്മളെ കൂടെ കൂടിയോനല്ലേ, ഓൻ നന്നായിക്കോട്ടെ. ഇനി ഓന്റെ ശമ്പളം കൂട്ടണം, നോ പ്രോബ്ലം. ഓനോട് പറയാ എന്റെ ശമ്പളം 2,500 അനക്ക് ആക്കണമെങ്കിൽ ആക്കാം, നോ പ്രോബ്ലം. പക്ഷെ എന്റെ ടാർഗറ്റ് 25,000 പ്രോഫിറ്റ്, അതായത് ഞാൻ പറഞ്ഞ സെയിൽസ് അല്ല കേട്ടോ, പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് 25,000 ആകും. അപ്പൊ ഓന് അതിനുള്ള കഴിവുണ്ടെന്ന് ഓന് തോന്നുകയാണെങ്കിൽ ഓൻ കഴിഞ്ഞ 2-3 മാസമൊക്കെ 25,000ന്റെ ഒരു ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓന്റെ ശമ്പളം ഓൻ പറയണം എനിക്ക് 3,000 ആക്കിക്കോളി, നോ പ്രോബ്ലം, ഞാൻ 30,000 സെയിൽ കൊണ്ടുവരും. അപ്പോൾ ഓനോട് പറയണം 30,000 സെയിൽ കൊണ്ടുവന്നാൽ എനിക്ക് നന്ന്, 2 മാസം സെയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്റെ ജോലി പോകും. അപ്പോൾ ആലോചിച്ച് തീരുമാനം. ഓൻ പറയും ഞാൻ കോൺഫിഡന്റ് ആണ്, എന്റെ 30,000 ആയിക്കോളി, ഞാൻ 3,000 ആയിക്കോളി, ഞാൻ 30,000 കൊണ്ടുവരും. ഓൻ കൊണ്ടുവന്നോട്ടെ. 30,000 കൊണ്ടുവന്ന അവന് സാലറി പ്ലസ് 30,000ത്തിന് 5% 1,500, 4,500 ഓൻ്റെതും 26,500 നമ്മളതും. ഓനുണ്ടാവുമ്പോഴേ നമുക്കുണ്ടാവുള്ളൂ. അവന് നല്ല സെയിൽസ് ടീമിനെ ഹയർ ചെയ്തിട്ട് നല്ല സാലറി കൊടുത്തിട്ട് നല്ല ടാർഗറ്റ് വെച്ചിട്ട് നല്ല ഇൻസെന്റീവ് കൊടുത്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല്
നമ്മൾ ഒരു യാത്രക്ക് വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ട്രാവൽ അനുഗ്രഹ വിഷയം ഞാൻ പറഞ്ഞു. ചൈനയുടേത് ഫസ്റ്റ് ഇയർ ഞങ്ങൾ 20 പേരാണ് ചൈനക്ക് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിംഗ് ടീമിനെ സ്ട്രോങ് ആയിട്ട് ഹയർ ചെയ്ത്, സെയിൽസ് ടീമിനെ സ്ട്രോങ് ഹയർ ചെയ്ത്, നെക്സ്റ്റ് ഇയർ നമ്മളത് 60-80 പേരെ ചൈനക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണം നമ്മൾ മാർക്കറ്റിൽ പുതിയതാണ്. 80 പേരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതൊരു പുതിയ കമ്പനിയല്ല, മാർക്കറ്റിലായി വരുന്നുള്ളൂ. 80 പേരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാണ് ലാർജ് ക്രൗഡ് മാനേജ് ചെയ്യുന്നത്, അതിൽ ഞങ്ങൾ ടീമൊക്കെ പോയി, ലോക്കൽ ടീമൊക്കെ സെറ്റാക്കി ഒന്നുകൂടി ബെറ്റർ ആയി. അപ്പൊ ഈ വർഷം ഞങ്ങൾ ഒന്നും കൂടി മാർക്കറ്റിംഗ് ടീം അവിടെ ഉഷാറാണ്. ഞങ്ങളൊരു ടാർഗറ്റ് ഇട്ടു. ഓക്കെ, ഈ വർഷം നമുക്ക്, കഴിഞ്ഞ വർഷം 80 അല്ലേ കൊണ്ടുപോയത്, ഈ വർഷം നമുക്ക് 200 പേരെ കൊണ്ടുപോകണം. ഒരു ടാർഗറ്റ് അങ്ങോട്ട് ഇട്ടു. ടീമിനോട് പറഞ്ഞു 200 പേരെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ്സ് ഒക്കെ തരും. നിങ്ങൾക്ക് സാലറി ഡബിൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ടൂർ ഉണ്ടാവും, നിങ്ങൾക്ക് പല സംഭവങ്ങളോ, അതായത് നമ്മൾ കമ്പനി സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കുട്ടികൾ ഇരുന്നിട്ട് എന്താ ചെയ്തത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ജോർജിയയിലൊക്കെ ഊരുതണ്ടി നടക്കുകയായിരുന്നു. നമ്മുടെ ഡീപ്പ് ഇമർഷനും ബിസിനസ് ഇമർഷനും മാസ്റ്റർ ഡീപ്പ് ഇമർഷനും സുനീബായി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ യൂത്ത് ഇമർഷനും ടീൻസ് ഇമർഷനൊക്കെ ഞാൻ അതിലോ നടക്കുകയായിരുന്നു. പക്ഷെ കുട്ടികൾ തിരിച്ചു വന്നപ്പോഴേക്ക്, ഞാൻ 2 മാസം കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചു വന്നപ്പോൾ ഇവരിതാ ടക്ക 200 പേരെ നല്ല രീതിയിൽ, അതും പക്ക കറക്റ്റ് ഓഡിയൻസ്, വെറും സാധാരണ ഓഡിയൻസ് അല്ല. ഇതിന്റെ ഏറ്റവും രസം എന്താണെന്നറിയാം, ഈ നമ്മൾ 20-ൽ നിന്ന് 80-ലേക്കും 80-ൽ നിന്ന് 200-ലേക്ക് ഗ്രോ ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം മാർക്കറ്റിൽ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്നുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലും ഏറ്റവും നല്ല ഫുഡും ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു ഏറ്റവും വില കൂടിയ ഒരു ട്രിപ്പായിരുന്നു മാർക്കറ്റിലുള്ളത് നമ്മുടേത്. പക്ഷേ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യപ്പെട്ടത് ഈ പ്രീമിയം സെഗ്മെന്റാണ്. നമുക്ക് തോന്നും വില കുറച്ച് വിറ്റാ കസ്റ്റമർ വാങ്ങൂല. കസ്റ്റമർക്ക് കറക്റ്റ് വാല്യൂ കൊടുക്കണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ലൈഫിന് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഫാമിലി ലൈഫിന് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഗ്രോത്ത് ആണ് കിട്ടുക എന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ വെബിനാറുകളിലൂടെ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ ഏറ്റവും വില കൂടിയ പാക്കേജ് സെറ്റ് ചെയ്തിട്ടും കേരളത്തിൽ നിന്നോ GCCയിൽ നിന്നോ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ പ്രാവശ്യം ചൈനയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ട്രാവൽ ആൻഡ് ഗ്രോക്കാണ്. അതിന്റെ ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം നമ്മുടെ മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീം, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ടീം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് പൊളിയായിരുന്നു. പോയവരൊക്കെ അവര് 100% എന്ന് പറയാൻ പറ്റില്ല, 150% ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എത്രയാണ്, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഡീപ്പ് ഇമർഷനിലൊക്കെ നമ്മൾ എപ്പോഴും സുനിബായിക്കൊക്കെ അറിയാം, ഡീപ്പ് ഇമർഷന് നമ്മൾ ഒരു 1.5 ലക്ഷം രൂപ ഫീസ് മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവർക്ക് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മുതലാവുക എന്നുള്ളത്. അതായത് നമ്മളൊരാളടുത്ത് നിന്ന് 1.5 ലക്ഷം വാങ്ങുമ്പോൾ അവന് കറക്റ്റായിട്ട് അതിന് നമ്മൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവന് വാല്യൂ ഫോർ മണി കിട്ടിയിട്ട് അവനെന്നെ തോന്നണം ഇത് ഇയാൾക്ക് മുതലാവില്ലാന്ന് തോന്നണം. നമ്മൾ ചിലപ്പം ഡയറക്റ്റ് പ്രോഫിറ്റ് ആയിരിക്കില്ല എല്ലാത്തിലും നോക്കുക. നമ്മൾ ചിലപ്പം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതായിരിക്കും, അയാൾ ബിസിനസ് കോച്ചിങ്ങിന് വരുമായിരിക്കും, അയാൾ മറ്റുള്ള നമ്മുടെ ട്രാവൽ സെഗ്മെന്റ് പർച്ചേസ് ചെയ്യുമായിരിക്കും. അങ്ങനെ അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഫാമിലി, അയാളുടെ കുട്ടികളുടെ, അയാളുടെ ബിസിനസ്, അയാളുടെ മനസ്സമാധാനം എല്ലാത്തിലും സമഗ്രമായി മാറ്റം വരുന്നത് കാണാം. അപ്പൊ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കമന്റാണ്, ഇയാളുടെ വല കൂടിയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ളത്. അതായത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് സുനിയണ്ണ, ഇയാളുടെ വല കൂടിയാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, അയാളുടെ ഫാമിലി എൻ്റെ സ്വന്തം ആളായിരിക്കും, അവരുടെ മനസ്സമാധാനം ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും, സംസാരിക്കും, അവരുടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. അവരുടെ ടീനേജർ കുട്ടി ഉണ്ടാവും, 10ാം ക്ലാസ് പഠിക്കുന്നവന്, അവൻ എൻ്റെ അണ്ടറിൽ മെന്റർഷിപ്പിലുള്ള കുട്ടിയായിരിക്കും. അവനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, അവൻ യൂത്ത് ഇമർഷനിൽ വന്ന് എൻ്റെ അണ്ടറിൽ മെന്റർഷിപ്പുള്ള കുട്ടിയായിരിക്കും. അവരുടെ കമ്പനി സ്റ്റാഫ് ട്രെയിനിങ് കാര്യങ്ങൾ നമ്മളായിരിക്കും നോക്കുന്നത്. അവർക്ക് എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ സങ്കടമോ വരുമ്പോൾ അവരൊന്ന് സംസാരിക്കുന്നത് എന്നോടായിരിക്കും. അങ്ങനെ വെറും അയാളുടെ പൈസ വാങ്ങിയിട്ട് അയാൾക്ക് ഒരു ബിസിനസ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതിനപ്പുറം അയാളുടെ മൊത്തം ജീവിതത്തെ ഏറ്റെടുത്ത് അയാളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് എപ്പോഴും ഒരാൾ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 15 വർഷത്തിൽ നമ്മൾ 10,000-ഓളം ബിസിനസ്സുകാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. ഒരാൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പോകാറില്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് ഒരു മൂവ്മെന്റ് നടത്താം. സിമ്പിൾ മെഷറബിൾ മൂവ്മെന്റ് നടത്താം. മെഷറബിൾ മൂവ്മെന്റ് ഒരു വർഷം നമ്മൾ കൂടെ അതിപ്പം ഒരു വർഷത്തിൽ ആകെ 10 കമ്പനിക്കാണ് ക്യാമ്പിൽ വരാൻ പറ്റുക. ഒരു വർഷത്തിൽ ആകെ 15 ആളുകൾക്കാണ് ഡീപ്പ് ഇമർഷനിൽ വരാൻ പറ്റുക. അപ്പം ബേസിക്കലി ക്യാമ്പിൽ വന്നിട്ട് നിങ്ങൾ അത്രയും ദൂരം നിന്ന് യാത്ര ചെയ്തിട്ട് വരിക എന്ന് പറയുമ്പം ലാർജർ സ്കെയിൽ ഓഡിയൻസിനെ സെർവ് ചെയ്യാനുള്ള ഒരു മോഡ് അല്ല ഡീപ്പ് ഇമർഷനും ബിസിനസ് ഇമർഷനും. അപ്പൊ എപ്പോഴും ആളുകൾ പിന്നെ വാട്സപ്പിലൂടെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു സംഭവമാണ്, എങ്ങനെയാണ് ഇയാളുടെ മെന്റർഷിപ്പ് കിട്ടുക, അതിനെന്താ വഴി? അപ്പം ഓരോരുത്തരെയും വീട്ടിലോ ഓഫീസിലോ വിളിച്ചിട്ട് മെന്റർഷിപ്പ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കേപ്പബിലിറ്റി എനിക്കില്ല. അപ്പൊ കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കിയിട്ടും എല്ലാവർക്കും ഒരു മെന്റർ ആവശ്യമാണ്. കഴിവ് ആർക്കും ഇല്ലാത്തതില്ല.
എല്ലാവർക്കും കഴിവുണ്ട്, അപാരമായ കഴിവുണ്ട്. ആകെയുള്ള പ്രശ്നം ഒന്ന്, ഡയറക്ഷൻ ആൻഡ് സ്ട്രാറ്റജി ഇല്ല, ഇത് എങ്ങനെയാന്നുള്ളൊരു ഐഡിയ ഇല്ല. രണ്ട്, നമ്മുടെ ആ ഒരു കഴിവിനെ, എനർജിയെ വിളിച്ചുണർത്താൻ, പിന്നിൽ നിന്ന് തട്ടി ഉണർത്താൻ ഒരാളില്ലാത്ത ഒരു കുഴപ്പം. ചിലപ്പോൾ ചില ആളുകൾ ഉണർത്തുന്നത് തന്നെ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിലേക്കായിരിക്കില്ല, അയാളുടെ മൂല്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് പോയി നിങ്ങൾ ചാടുന്നത് ഒരു കുഴിയിലേക്കായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതായത് പോയി ചാടിയ കുഴി തെറ്റിപ്പോയി സാറേ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ മൂല്യങ്ങളുമായിട്ട് ഞാൻ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങളും നന്മകളുമാണ് എൻ്റെ ആശയങ്ങളും നന്മകളുമെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഓരോ വർഷവും ഇരട്ടിയായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ബിസിനസ്സിനോട് കൂടെ തന്നെ ദൈവവുമായിട്ടും കുടുംബവുമായിട്ടും സമൂഹവുമായിട്ടും നല്ല ഒരു ബന്ധമുള്ള, ഒരു സമാധാനമുള്ള, ഒരു നല്ല മനുഷ്യനായി, നല്ല അച്ഛനായി, നല്ല ഹസ്ബൻഡായി, നല്ല ഭാര്യയായി, നല്ല ഒരു ബോസായി, ലൈഫിൽ സമാധാനമുള്ള ഒരു ഫാസ്റ്റ് ഗ്രോയിങ് കിടിലൻ ബിസിനസ്മാൻ എന്നുള്ള സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് ഒരു വർഷം ഒരുമിച്ചൊന്ന് പിടിച്ചു നോക്കാം. നമ്മളിപ്പോൾ എവിടെയാണോ അതിൻ്റെ ഡബിൾ എത്തിയിരിക്കണം. മെട്രിക്സ് ആണ്, അളന്നു മുറിച്ച് എത്തിയിരിക്കണം. അതിന് ധൈര്യമുള്ളവർ കൂടെ കൂടിക്കോളി, നമ്മൾ എത്തും എന്നുള്ളത് ഇതുവരെ കൂടെ കൂടിയ ഒരാളും എഴുതി വെച്ച ഗോള് അച്ചീവ് ആയിട്ടില്ല എന്നുള്ള 100% ഗ്യാരണ്ടിയിൽ നിങ്ങളെ ബിസിനസ് കോച്ചിങ് ക്ലബ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലാസ് എടുക്കാനുള്ള ആരോഗ്യമുണ്ട്, എനിക്കതിനുള്ള ബുദ്ധിയുണ്ട്, എനിക്കതിനുള്ള സമയമുണ്ട്. ഭാവിയിൽ എൻ്റെ ആരോഗ്യവും എൻ്റെ ബുദ്ധിയും എൻ്റെ സമയം ഇതിന് അനുവദിക്കുമോ എന്നറിയില്ല. ഏതായാലും ഒരു വർഷം കിടിലനായിട്ട് എൻ്റെ ഫുൾ ഊർജ്ജത്തോടു കൂടി നിങ്ങളുമായിട്ട് സംവദിക്കാനും നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് കഴിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. ഇനി ദിസ് ടൈം ഈസ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്ത് ചോദ്യങ്ങളും ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. ടൈപ്പ് ചെയ്താൽ നന്ന്, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിച്ചോളൂ. ഒന്നെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചോളൂ. ലോസ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് പേടിച്ചിട്ടായിരിക്കും ലോസ് ആയിട്ടുണ്ടാവുക. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വളർത്താം. ലോസ് ഉള്ളപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫാർമസി സെഗ്മെന്റ് ഞാൻ ഏറ്റെടുത്ത സമയത്ത് 7 ഷോപ്പുകൾ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പ്, ആ ഫാർമസി പ്രോഫിറ്റബിൾ ആയിരുന്നെങ്കിലും ആ ഗ്രൂപ്പ് അന്ന് 6 കോടി കടത്തിലായിരുന്നു. കാരണം അവർ ഫാർമസി അല്ലാത്ത മറ്റു ചില ബിസിനസ് മോഡലുകളിൽ പോയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയും അവർക്ക് 6 കോടിയല്ല, ടോട്ടൽ 6 മില്യൺ, 12 കോടി 15 കോടിയുള്ള ലോസ് വരികയും അതിൽ നിന്ന് കുറേയൊക്കെ റിക്കവറായി 6 കോടി ലോസ് ഉള്ള ഒരു സമയത്താണ് എൻ്റെ കൈ കിട്ടുന്നത്. അതിപ്പോൾ ആ ഗ്രൂപ്പിനെ റിക്കവർ ചെയ്ത്, ലോസ് കവർ ചെയ്ത്, അതൊക്കെ നമ്മുടെ കച്ചവടത്തിൽ നിന്ന് തന്നെ റിക്കവർ ചെയ്ത് ഇപ്പോൾ ഒരു അബ്സല്യൂട്ട്ലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനമാക്കി. എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ 4 ഇരട്ടി ഗ്രോത്തിലേക്ക്, അതായത് ഒരു ഡബിള് പിന്നെ ഒരു ഡബിൾ, അപ്പൊ 4 ഇരട്ടി ഗ്രോത്തിലേക്ക് 2.5 വർഷം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ. അപ്പൊ ലോസ് ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇത് കരകയറ്റാനുള്ള മാനസികാവസ്ഥയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഞാൻ മ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം തരാം. മ്യൂട്ട് ഓൾ എന്നടിച്ചിട്ട് എലോ പാർട്ടിസിപ്പൻറ്റ് ടു അൺമ്യൂട്ട് എന്നടിച്ചാൽ സംഗതി സെറ്റാണ്. ഓക്കെ. ഹലോ സാറേ. യെസ്. സാറേ, ഇത് എത്ര വർഷമാണ് നമ്മുടെ ഈ പ്രോഗ്രാം? ഇപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് കുറെ വർഷത്തിന് ജോയിൻ ചെയ്യരുത്, ഒരു വർഷത്തിന് ജോയിൻ ചെയ്യുക ആദ്യം. എന്നിട്ട് നിങ്ങളിപ്പോൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2 ലക്ഷം രൂപയല്ലേ, ഒരു വർഷത്തിനാണ് നിങ്ങൾ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ നോക്കുക. അതായത് നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഗ്രോ ചെയ്യാൻ പറ്റില്ല, ഡബിൾ ആക്കണം, അതിലൊരു സംശയമില്ല. മടിയന്മാരെ എന്നെ ജോയിൻ ചെയ്യരുത്. അതായത് ഈ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ എന്ന് പറഞ്ഞ ആള് എന്റെ ബിസിനസ് ഡബിൾ ആക്കി തരും എന്ന് വിചാരിച്ച് നിങ്ങൾ ഗ്രോ ചെയ്യരുത്. എന്റെ കൂടെ എന്നും ഇരുന്ന്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇരുന്ന് എനിക്കറിയാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തുതരാൻ ഞാൻ റെഡിയാണ്. കഴിഞ്ഞ 10-15 വർഷത്തെ 100ഓളം കമ്പനികളിൽ നമ്മൾ പോയി വർക്ക് ചെയ്ത, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനികൾ ഡെവലപ്പ് ചെയ്ത എല്ലാ എക്സ്പെർട്ടീസും, അതായത് നമ്മളൊരു എന്താണ് പറയാ, ബുക്കിൽ നോക്കി പഠിച്ച ഒരു കോച്ചല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ 100ഓളം ബ്രാൻഡുകൾ മറ്റുള്ളവരുടെ ഡെവലപ്പ് ചെയ്യുകയും സ്വന്തമായിട്ട് 5-6 ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക ബിസിനസ്മാൻ ആണ്. അതിനു വേണ്ടിയിട്ട് 8-10 ലക്ഷം സാലറി ഉള്ള ജോബൊക്കെ രാജിവെച്ച് ബിസിനസ് എന്ന പാഷനിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐ ആം വൺ ഓഫ് ദം, ഐ ആം വൺ ഓഫ് യു. യെസ്. അപ്പൊ നമ്മൾ ഒരു വർഷം നിങ്ങൾ കൂടുക, എന്നിട്ട് റിസൾട്ടിനെ മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് ലിറ്ററലി ടാഞ്ചിബിൾ ആണ്, മെഷറബിൾ ആണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലും ബിസിനസ്സിലും ജീവിതത്തിലും മനസമാധാനത്തിലും നിങ്ങളുടെ പവറിലും. ഒരാൾ പറഞ്ഞല്ലോ ഇനി പവർ ബൂസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങളുടെ മോട്ടിവേഷനിലും ഒക്കെ നിങ്ങൾക്ക് അബ്സല്യൂട്ട് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ, ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത്. നിങ്ങളുടെ മെന്റർ ഞാനായിരിക്കില്ല. എന്തെങ്കിലും ഈ 1 ഇയറിലോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. 1 ഇയറിൽ നമ്മൾ ആദ്യം ചെയ്യുക, ആദ്യത്തെ മാസം ഇരുന്നിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്?
ഈ വർഷം എന്തൊക്കെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കൺസെപ്റ്റിൽ ആദ്യം ഗോൾ സെറ്റ് ചെയ്യാം. ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി എങ്ങനെ എന്തൊക്കെ ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് പോവാം. എന്നിട്ട് ഓരോ ആഴ്ചയിൽ ഇരുന്നിട്ട് നിങ്ങൾ എടുത്ത ആക്ഷൻസ് എന്തായി, എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇരുന്നിട്ട് ചോദിക്കുക. ഞാൻ അതിന് ഉത്തരങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി എന്നെ വന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ദുബായിൽ വരുമ്പോൾ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൗദിയിൽ വരുമ്പോൾ മീറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എന്തായാലും വർഷത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 2 മീറ്റപ്പുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹാഫ് ഇയർ ആകുമ്പോൾ ഒരു ലാർജർ മീറ്റപ്പ് നമുക്ക് ഒരു നല്ലൊരു ഹോട്ടലിൽ കൂടിയിട്ട് നമുക്കൊരു ഫുൾ 1 ഡേ സ്പെൻഡ് ചെയ്യാം. മറ്റൊന്ന് ഇയർ എൻഡിൽ ഗ്രാജുവേഷൻ സെറമണിയാണ്. നമ്മുടെ ഡബിൾ യുവർ പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് ആ ഒരു ഗ്രാജുവേഷൻ സെറമണി. അതിന്റെ പുറമെ നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ദുബായിൽ വരുമ്പോഴോ മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് മീറ്റ് ചെയ്യാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പിൽ 250-250 പേരുണ്ടാവും. അവരുമായിട്ടൊക്കെ സംവദിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള സമയങ്ങൾ കിട്ടും. പിന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആവശ്യമാണ് ബിസിനസ്മാന്. അപ്പം എൻ്റെ ഫോളോ അപ്പും എൻ്റെ കോച്ചിങ്ങും എൻ്റെ ഗോൾ സെറ്റിങ്ങും എൻ്റെ നിങ്ങളുമായിട്ടുള്ള ഇൻസ്പിറേഷനിലും അപ്പുറം ഞാനൊരുക്കെ ഒരു CFOയെ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും നിങ്ങളെ ബിസിനസ്സിൽ ഒരു എസെൻഷ്യൽ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് അദ്ദേഹം വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ഒരു ദിവസം ഞാനൊരു ERP സെഗ്മെന്റിന്റെ എക്സ്പെർട്ടിനെ കൊണ്ടുവരും. അയാൾ വന്നിട്ട് എങ്ങനെയാണ് ഈ സിസ്റ്റം ഓട്ടോമൈസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒരു ദിവസം ഒരു HR എക്സ്പെർട്ടിനെ, അല്ലെങ്കിൽ 1, 2, 3 ദിവസം ഒരു HR എക്സ്പെർട്ടിനെ കൊണ്ടുവരും. ടീമിനെ എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഹയറാർക്കി സെറ്റ് ചെയ്യുന്നത്, അവരുടെ റോൾസ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ള സിസ്റ്റം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒരു ദിവസം മാർക്കറ്റിങ്ങിന്റെ, എസ്പെഷ്യലി എൻ്റെ തന്നെ ബിസിനസ്സുകളൊക്കെ ലീഡ് ചെയ്യുന്ന ടീമുകളെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും. കാരണം നമുക്കറിയാം അവർ പുലികളാണെന്നുള്ളത്. എന്നിട്ട് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിസിക്കൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുക എന്നുള്ളത് അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒരു ദിവസം ഇരുന്നിട്ട് ഇപ്പൊ നമുക്ക് ഫണ്ടിങ് ഓപ്ഷൻസ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ടോട്ടൽ 152 സെഷൻ ഉണ്ടാവും. 152 സെഷൻ ഉണ്ടാവും ഒരു വർഷത്തിൽ. ഫണ്ടിങ് ഓപ്ഷൻസ് വേണ്ടി വരും നമുക്ക്. അപ്പം വിവിധ രീതിയിലുള്ള ഫണ്ടിങ് കൺസൾട്ടൻസികൾ കൊണ്ടുവരാം. അതിൽ SME IPO കൺസൾട്ടന്റ് ഉണ്ടാവും, ലാർജർ സ്കെയിൽ IPO കൺസൾട്ടന്റ് ഉണ്ടാവും, പ്രൈവറ്റ് ഇക്വിറ്റി കൺസൾട്ടന്റ് ഉണ്ടാവും, VC ഫണ്ടിങ് കൺസൾട്ടന്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ബിസിനസിന്റെയും ഓരോ സ്റ്റേജിൽ ഡിഫറെന്റ് കൺസൾട്ടൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അവരെ ഇവിടെ കൊണ്ടുവരാം. അതുപോലെ തന്നെ അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കാം. എങ്ങനെയാണ് വേരിയസ് ഫണ്ടിങ്, അതിന്റെ മോഡുകൾ എന്തൊക്കെ, ഫണ്ടിങ് കിട്ടണമെങ്കിൽ എൻ്റെ കമ്പനിയിൽ എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ആക്കേണ്ടത്, എൻ്റെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ്, അതിന്റെ ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ്, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, അത് എക്സ്പേർട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവരൊന്ന് അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം 50ഓളം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ വന്നിട്ട് ഒരു 100 സെഷൻ അങ്ങനെയും, എല്ലാ ആഴ്ചയിലും എൻ്റെ സെഷനോട് കൂടി ഒരു 52 സെഷൻ അങ്ങനെ. അപ്പം എൻ്റെ ഗോൾ എന്താ വെച്ചാൽ നിങ്ങളെ വിടാതെ പിടികൂടുക. ഒരാഴ്ചയിലും ഞാൻ വെറുതെ വിടൂല. ഓരോരുത്തരുടെയും കാര്യങ്ങൾ എന്തായി, എന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. എന്തായി കാര്യങ്ങൾ, എവിടെ എത്തി കാര്യങ്ങൾ. അപ്പം എൻ്റെ വെരി മെട്രിക് ഓറിയന്റഡ് സാധനമാണ്. അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കും. കാരണം അത് നമ്മളൊരു ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാതാവുമ്പോൾ നമുക്ക് തന്നെ പേഴ്സണലി ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ കുറയും. അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്യാതെ നമ്മൾ വിടില്ല. പിന്നെ എഡ്യൂക്കേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല അമളികളും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ബിസിനസിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും, ഫൈനാൻസിലൂടെയും, HR-ലൂടെയും, മാർക്കറ്റിംഗിലൂടെയും, സെയിൽസിലൂടെയും, ERP-ലൂടെയും, ഫണ്ടിങ്ങിലൂടെയും എല്ലാത്തിലൂടെയും നിങ്ങളെ കൊണ്ടുപോകും. ഓരോ സബ്ജക്റ്റ് ഓരോ ആഴ്ചയിൽ ഡിഫറെന്റ് എക്സ്പെർട്ടീസ് വന്നിട്ട് എടുത്ത് നമുക്കൊരു വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, എക്സ്പെർട്ടീസ് ഉള്ള, നോളജ് ഉള്ള, ബിസിനസ് ചെയ്യാൻ അറിയുന്ന ഒരു ബിസിനസ്സുകാരനായി മാറുക. മെല്ലെ മെല്ലെ ബിസിനസ്സിന് നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. സാറേ ഒരു കാര്യം ചോദിക്കൂ. ഞാൻ ആക്ച്വലി അബുദാബിയിൽ ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ആക്ച്വലി ഇതുപോലെ തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഞാൻ ആക്ച്വലി ആഫ്റ്റർ ഒരു ചെറിയൊരു സെറ്റ് ബാക്കിന് ശേഷം 2017 ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. മീൻസ് അതിനു മുമ്പ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ സെറ്റ് ബാക്ക് വന്ന സമയത്ത് അവരൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ വിത്തൗട്ട് എനി പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പൊ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് പോകുന്ന വരെ. അപ്പൊ എവറി 2 ഇയേഴ്സ് ഞാൻ ഒരു പുതിയൊരു എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ഇതുവരെ സോഫാർ അത് പോയിക്കൊണ്ടിരുന്നത്. എവറി 2 ഇയേഴ്സ് എന്തിനാ പുതിയ എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്? പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണോ? പുതിയ ബ്രാഞ്ച്. പുതിയ ബ്രാഞ്ച്. ഓക്കെ.
ഞാൻ ഒരേ സെയിം പേരിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഡിഫറെന്റ് ബ്രാൻഡിലാണ് ചെയ്യുന്നത്. അത് ചെറിയൊരു ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളിലും ഞാൻ ആക്ച്വലി ഒരു 50% ഞാൻ ഇങ്ങനെ അച്ചീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് പോകുന്നു. ഇപ്പൊ എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? ഇപ്പൊ എനിക്ക് 5 ഔട്ട്ലെറ്റ് ഉണ്ട്, ഓക്കെ, വിത്ത് അനദർ ഔട്ട്ലെറ്റിൽ ഒരു പാർട്ട്ണർഷിപ്പുമായിട്ട്. അപ്പൊ ഇനി എനിക്ക് ആക്ച്വലി ഞാൻ പതുക്കെ സിസ്റ്റം ഡ്രിവണിലേക്ക് ആക്കി. അപ്രോക്സിമേറ്റ്ലി ഒരു 80% സിസ്റ്റം ഡ്രിവണിലാണ് സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ ആസ് എ പാർട്ട് ഓഫ് എക്സ്പാൻഷൻ ഞാനിങ്ങനെ പുതിയ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്, എനിക്ക് സപ്പോർട്ട് ചെയ്ത് പോവാൻ നല്ലൊരു ടീമിനെ കിട്ടുന്നില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിൽ ആ ഒരു പോയിന്റിലാണ് ഞാൻ വരുന്നത്. ടീമിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. യെസ്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പല വർക്കുകളും എനിക്ക് ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പൊ ഞാൻ ആക്ച്വലി വെൻ ഐ ലേൺഡ് അബൌട്ട് ദിസ് കോഴ്സ്, ഞാൻ നിങ്ങളുടെ കൺസൾട്ടന്റിനോട് ആദ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മോണിറ്റർ ആൻഡ് മെഷർമെന്റിന് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോന്നാണ്. അത് ആക്ച്വലി സ്പീക്കിംഗ് മോണിറ്ററിംഗ് ആൻഡ് കറക്ഷനും ഇതൊന്നല്ല, മെഷർമെന്റ് അല്ല. അതും പ്ലസ് അതോടനുബന്ധിച്ച് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അത് എങ്ങനെ ഒരു ടീമിനെ അതിനെ ബിൽഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു വെർച്വൽ ടീമിനെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ ഒരു ഗൈഡൻസ് ഉണ്ടാകാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ ഈ വർഷം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ മേജർ സ്ട്രാറ്റജിക് ഡിസിഷൻ ടീം ബിൽഡിംഗ് ആയിരിക്കണം ഈ വർഷം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രൈമറി പാർട്ട് ഞാൻ എഡ്യൂക്കേഷൻ തരാം, അതുപോലെ തന്നെ HR എക്സ്പെർട്ട് വന്നിട്ട് അയാളുടെ എഡ്യൂക്കേഷനും തരാം ഫസ്റ്റ്. 2, ഞാൻ അബുദാബിയിൽ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇരിക്കാം, ഞാൻ നിങ്ങളുടെ ബിസിനസ് ഒന്നുകൂടി പേഴ്സണലി പഠിക്കട്ടെ. എന്നിട്ട് അബുദാബിയിൽ തന്നെ നമ്മുടെ വേറെ ഒരു HR എക്സ്പെർട്ട് ഉണ്ട്, നമ്മുടെ ടീമിന്റെ മെമ്പറാണ്, അദ്ദേഹമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരിക്കലൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിലൂടെയുള്ള എഡ്യൂക്കേഷനും അല്ലാതെയും ഓൺലൈനിൽ എവിടെയാണോ നമുക്ക് പോസിബിൾ ആ മീറ്റിംഗ് നടത്താം. രണ്ടാമത്തത്, ഞാൻ അദ്ദേഹമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് തരാം. അപ്പം ഏതൊക്കെ രീതിയിൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വന്നിട്ട് അദ്ദേഹത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതും ചെക്ക് ചെയ്യാം, ഞാനത് മോണിറ്റർ ചെയ്യാം, അതിന്റെ മെട്രിക്സ്. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആണ്. നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്. ബാക്കിയുള്ളത് ഹൗ ടു ഗെറ്റ് ഇറ്റ് ഡൺ ഈസ് അവർ ജോബ്. ലീവ് ദാറ്റ് ഇറ്റ് ഓൺ അസ്, ദാറ്റ് ലീവ് ഓൺ അസ്. നിങ്ങൾ റെഡി ആയാൽ മതി, ബാക്കി നമ്മളായിട്ട്. പിന്നെ ഈ 5 ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രോത്ത് അല്ല. അത് നമുക്ക് 10 ആക്കണം, 10 ഉള്ളത് 25 ആക്കണം, 25 ഉള്ളത് 50 ആക്കണം, 50 ഉള്ളത് 100 ആക്കണം. അങ്ങനത്തെ ഒരു ഗെയിമിനുണ്ടോ നിങ്ങൾ? എന്റെ പണി അതാണ്. ഒരു മേ ബി ഒരു 5-6 ഇയേഴ്സ് കൊണ്ട് നമുക്കതൊരു 100 ഔട്ട്ലെറ്റ് പിടിക്കണം, അല്ലെങ്കിൽ 50 ഔട്ട്ലെറ്റ് പിടിക്കണം. നിങ്ങളുടെ മൈൻഡിന്റെ സൈസ് പോലെ ഇരിക്കും. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. യാസിൻ പറയൂ. അതിനിടയ്ക്ക് യാസിനെ ഒരു ഉത്തരം പറയട്ടെ. യാസിനെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചതിന്റെ ഒരു ഉത്തരം പറഞ്ഞിട്ട് തുടങ്ങാം. എപ്പോഴാണ് ക്ലാസ് എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങിയില്ല, ഇന്ന് തുടങ്ങിയില്ല. ദുബായ് ടൈം 8 മണി, അല്ലെങ്കിൽ സൗദി ടൈം 7 മണി, അല്ലെങ്കിൽ ഇന്ത്യൻ ടൈം 9:30 മണി. ഇത് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസിന്റെ മോഡ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് എല്ലാ ദിവസവും, എല്ലാ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും. പ്ലസ് ഇപ്പം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് മിസ്സാവുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അഥവാ ക്ലാസ് മിസ്സായാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലോഗിൻ ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെ ക്ലാസ്സും ഫുൾ ത്രൂ ഔട്ട് ദ ഇയർ അതിലുണ്ടാവും. നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പം പക്ഷേ കഴിയുന്നതും ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക. അപ്പോഴാണ് ബേസിക്കലി നമുക്ക് ഫുൾ ഇൻപുട്ട് കിട്ടുള്ളൂ. ഇനി യാസിൻ പറയൂ. യാസിൻ കഴിഞ്ഞിട്ട് ഷബീർ സംസാരിക്കും. നമ്മളിപ്പോ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മാർക്കറ്റിംഗ് ടീം ഇതിൽ ഇൻവോൾവ് ആവുമോ, അതോ നമ്മൾ പുറത്തുനിന്ന് വേറെ ടീമിനെ ഹയർ? നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ആളുകളെ ഹയർ ചെയ്യാം. ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടീം വേണ്ടേ? നമുക്ക് ഹയർ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് അക്കാഡമികളിൽ നിന്ന്, നിങ്ങൾ എവിടെയാ, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാ? ഷാർജ. അപ്പം ഇന്ത്യയിൽ ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങി ഒരു 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടിയെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു ഇനീഷ്യലി ചിലപ്പോൾ ഒരു 2000 ദിർഹംസ് ഒക്കെ സാലറി കൊടുക്കേണ്ടി വരും. അത് നമുക്ക് സെറ്റാക്കാം. ഒരു ടീമിനെ ഹയർ ചെയ്യുന്ന കാര്യം നമുക്ക് സെറ്റാക്കാം. അതിന് വേണ്ട ഹെൽപ്പ് ചെയ്തു തരാം കേട്ടോ.
ഓക്കെ. അവൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അവൻ എന്ത് മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം നമുക്ക്. മെയിനായിട്ട് സ്ട്രഗിൾ നല്ലൊരു ടീം എക്സ്പീരിയൻസ്ഡ് ടീമിനെ ഹയർ ചെയ്യും. ഡോൺ വറി, നിങ്ങൾ എന്തിനാ സ്വന്തം നിൽക്കണത്? ഇത് അറിയുന്ന ആളുകളില്ലേ, അവരെ കൂടെ ചെയ്യാലോ. ഒരു പണിയും ബിസിനസ്സുകാരൻ ഒരിക്കലും ഒരു പണിയും സ്വന്തമായിട്ട് ചെയ്യരുത്. എല്ലാത്തിനും ആളുണ്ട്. HR സെറ്റാക്കാൻ HR-ന്റെ ആളുണ്ട്, ഫൈനാൻസ് സെറ്റാക്കാൻ ഫൈനാൻസിന്റെ ആളുണ്ട്, മാർക്കറ്റിംഗും സെയിൽസും സെറ്റാക്കാൻ അതിന്റെ ആൾക്കാരുണ്ട്, സോഫ്റ്റ്വെയർ സെറ്റാക്കാൻ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള വാശി കൊണ്ടാണ് നമ്മൾ വളരാത്തത്. ഇന്നലെ ഒരു ബിസിനസ്മാൻ വന്നിരുന്നു. അദ്ദേഹം BCC-യിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് അടിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റർ ഉണ്ടാക്കുന്നത് അദ്ദേഹം, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അദ്ദേഹം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അദ്ദേഹം, സെയിൽ ചെയ്യുന്നത് അദ്ദേഹം, പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന അദ്ദേഹം. എങ്ങനെ അദ്ദേഹം വളരാ? ടോട്ടൽ ആകെ 25-30 ലക്ഷത്തിന്റെ സെയിലേ കൊല്ലത്തിലുള്ളൂ. അത്രേ വളരുള്ളൂ. ഒരാൾ ചെയ്താൽ അത്രേ വളരുള്ളൂ. നേരെ മറിച്ച് പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു ഡിസൈനർ, വീഡിയോ ഓൺ ഷൂട്ട് ചെയ്തോളും, വീഡിയോ ഓൺ എഡിറ്റ് ചെയ്തോളും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരാള്, അങ്ങനെ അവരിത് ചെയ്യുമ്പോൾ സെയിൽസിന് വേറൊരാള്. അപ്പോഴേ നമ്മൾ 2 കോടി 3 കോടി 4 കോടി ആവുള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വാശി മാറ്റി നല്ല ടീമിനെ നല്ല പ്ലേസിൽ നമുക്ക് ഈ വർഷം ഇരുത്താം. എന്നിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്തു. അതിൽ നമ്മൾ ഒരു ആദ്യത്തെ 2-3 മാസം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരാൾ നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നാളെ തന്നെ റിട്ടേൺ തരൂലല്ലോ. അവൻ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കി തരുമ്പോൾ 2-3-6 മാസം എടുക്കും. പക്ഷെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ടീമിലും സിസ്റ്റത്തിലും പ്രോസസ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ടീം ആൻഡ് സിസ്റ്റം. ഞാൻ കണ്ട ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒന്ന്, നമ്മൾ പേഴ്സണൽ ലേണിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങളിപ്പം BCC-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ലൂപ്പ് ഹോളുകൾ നോളജ് ഉണ്ട്. അത് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ വലിയ രീതിയിൽ ഗ്രോ ചെയ്യും. 2, അടുത്ത ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് ടീം ആൻഡ് സിസ്റ്റം ആണ്. ലെറ്റ് us ഗ്രോ ടുഗദർ. ടീമിലും സിസ്റ്റത്തിലും നോളജിലും ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്. ക്ലാസിന്റെ മുമ്പ് നിങ്ങൾക്ക് ഓഫീസിൽ വന്നോളൂ, നമുക്ക് കാണാം. ഞാൻ ഡിസംബർ മാസത്തില് മൊത്തം കോഴിക്കോട് ഉണ്ടാവും, ദുബായിലും ഉണ്ടാവും ഡിസംബറിൽ. അപ്പം ദുബായിൽ വെച്ചോ അല്ലെങ്കിൽ കോഴിക്കോട് വെച്ചോ മീറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് കൺസൾട്ടന്റുമായിട്ട് ഡിസ്കസ് ചെയ്താൽ അവർ നിങ്ങൾക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് തരും കേട്ടോ. പ്രോഗ്രാം പർച്ചേസ് ചെയ്ത ആർക്കും എന്നെ പേഴ്സണലി മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഓഫീസിലോ ദുബായിലോ വീട്ടിലോ ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. രാജേഷ് പറയൂ. എല്ലാവരും സംസാരിക്കല്ലേ, ഓരോരുത്തർ പറയൂ. ആദ്യം ഷബീർ സംസാരിക്കട്ടെ. ഷബീർ പറയൂ ഷബീർ. ഞാനൊരു കാര്യം ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു. ഒരു മിനിറ്റ്. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൈ പൊന്തിച്ചോളൂ. ഞാൻ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. പറയൂ ഷബീർ, പറയൂ. എന്റെ പേര് ഷബീർ എന്നാണ്. ഞാൻ ഇവിടെ സൗദി അറേബ്യയില് ദമാമില് ഒരു സ്ക്രാപ്പിന്റെ സ്റ്റോർ സ്ക്രാപ്പ് ബിസിനസ് ആണ്. ലാസ്റ്റ് ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് 9 വർഷം ജോലി ചെയ്യായിരുന്നു. അന്ന് നമ്മള് ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള ഒരു ആശയത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട്, അപ്പൊ അവർക്ക് 10-15 വർഷമായിട്ട് ഓൾറെഡി വീട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 2 വർഷമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് നിങ്ങൾ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അന്ന് 4000 റിയാൽ ശമ്പളം മേടിച്ചിരുന്നു. അപ്പൊ 8000 മാസം ഉണ്ടാക്കണം എന്നുള്ള ടാർഗറ്റ് വെച്ച് 1 വർഷം എഴുതി അപ്പോഴാണ് പിന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അല്ലെങ്കിലില്ല അതിന്റെ ഡബിളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി, സംഗതി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. വർക്കൗട്ട് ആവും. ഇപ്പൊ നിങ്ങളെ ബ്രെയിനിന് ഒരു സൈസ് ഉണ്ടാവും. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക നിങ്ങളുടെ ബ്രെയിനിന്റെ സൈസിലാണ്. അതായത് ലക്ഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവനെ കൊണ്ട് ആദ്യം കോടികളെ കുറിച്ച് ചിന്തിപ്പിക്കുക. പിന്നെ കോടിയെ കുറിച്ച് ചിന്തിപ്പിക്കുന്നവനോട് 10 കോടിയെ കുറിച്ച് ചിന്തിപ്പിക്കുക. 10 കോടിയെ കുറിച്ച് ചിന്തിക്കുന്നവനോട് 100 കോടിയെ കുറിച്ച് ചിന്തിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ ചിന്താരീതി മാറ്റലാണ് എന്റെ പ്രൈമറി ജോബ്. കാരണം ചിന്താരീതി മാറിയാലേ ബാക്കിയുള്ള ആക്ഷനൊക്കെ നിങ്ങൾ തന്നെ എടുക്കും. അതിനെ നമ്മൾ സപ്പോർട്ട് മാത്രം ചെയ്താൽ മതി. ഷബീർ പറയൂ. ഇനിയിപ്പോ ഞാൻ വിചാരിച്ച എന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ ഈ സ്ക്രാപ്പിന്റെ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പൊ ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ ഈ മേഖലയില് നമ്മളെ ഇപ്പൊ നമ്മളെ സൊമാറ്റോ ഒക്കെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അതൊരു ഓർഗനൈസ്ഡ് ആക്കിയിട്ട് അങ്ങനെയുള്ളൊരു ചിന്ത. അപ്പൊ അത് നമുക്ക് സാറിന് അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. നിങ്ങൾക്ക് ബിസിനസ് മോഡൽ അറിയുമെങ്കിൽ ആപ്പ് നമുക്ക് ഉണ്ടാക്കാം. അതിന് ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആപ്പ് ഉണ്ടാക്കാൻ ടീം ഇന്ത്യയിൽ നിന്ന് ചെയ്താൽ മതി. നമുക്ക് കൊച്ചിയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ചെയ്യിപ്പിച്ചെടുക്കാം. ഏറി വന്ന ഒരു ആപ്പ് ഡെവലപ്മെന്റ് 3 ലക്ഷം 4 ലക്ഷമാണ് കോസ്റ്റ് വരിക. ഇന്ത്യയിൽ നിന്ന് നമ്മള് ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്.
ഒരു മിനിറ്റ്. 450, അതായത് മുകളില് 350, താഴെ 450 ആ ഒരു. ഷബീറെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മോഡൽ അറിയുമെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാം. അതിന്റെ ടീമിനായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തരാം. അവര് വിതിൻ ഒരു 3 to 6 month കൊണ്ട് ആ സാധനം ബിൽഡ് ചെയ്ത് വരും. ഒരു 3 lakh to 4 lakh ആണ് അതിന് എക്സ്പെൻസ് ഉണ്ടാവുക. അത് ടെസ്റ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തുതരാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോ അപ്പൊ അത് നമുക്ക് ഇവിടെ മാർക്കറ്റ് ചെയ്യാനോ ഇതിനോ അത്ര വലിയൊരു സംഭവം നമുക്ക് അറിയില്ലല്ലോ. അതിനെ നമുക്ക് മാർക്കറ്റിംഗ് ടീമിനെ പണി അറിയുന്ന ആളെ ഹയർ ചെയ്യാം. ഒന്നും നിങ്ങൾ സ്വന്തം ചെയ്യണ്ട. നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ഈ അബ്ദുസ്സലാം ഉമർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കോച്ചിങ് അല്ല സ്വീകരിക്കുന്നത്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ഓരോ ഓർഗനൈസേഷനും വേണ്ട 10-15 ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു സംഘമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോഴും HR എന്ന് പറയുമ്പോൾ HR-ലെ ആളുകളെയോ അതല്ലെങ്കിൽ അതിന്റെ സ്റ്റാഫിനെയോ നിങ്ങൾക്ക് ഹയർ ചെയ്ത് തന്നാൽ മതി. ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ആളെ കണക്ട് ചെയ്യുകയോ ഓഡിറ്ററെ കണക്ട് ചെയ്യുകയോ CFOയെ കണക്ട് ചെയ്യുകയോ CAയെ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി വരാം. അപ്പം ബിസിനസ്സിൽ നിങ്ങൾക്ക് വേണ്ട എനി ഇൻഫ്രാസ്ട്രക്ചർ യു ആസ്ക്, വി കണക്ട് യു ടു ദ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം വി ഹാവ് ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ലോങ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിൽഡ് എഴുതാൻ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പീപ്പിൾ ഉണ്ട്. അത് നമുക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് തരാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് ഹയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് എക്സാക്ട്ലി നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, ഇവരുടെ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ആൻഡ് ഔട്ട്കം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അവർ വർക്ക് ചെയ്തോളൂ, ഡോണ്ട് വറി. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ലോജിസ്റ്റിക്സ് ഒക്കെ ഇതിൽ ഒരു പ്രധാനമായിട്ട് വരും. അപ്പോ ഈ സൊമാറ്റോ ഒക്കെ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഡയറക്റ്റ് എംപ്ലോയി ഇല്ലാതെ തന്നെ പുറത്തെ എംപ്ലോയിസിനെ വെച്ചിട്ട് അതേ ആ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നത്. ലോജിസ്റ്റിക്സ് നമുക്ക് ഔട്ട്സൈസ് ചെയ്യാലോ. ഒരു പ്രോപ്പർ ലോജിസ്റ്റിക്സ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്താൽ പോരെ. നമ്മൾ റീഇൻവെന്റിങ് ദ വീൽ ചെയ്യണ്ടല്ലോ, നമ്മളായിട്ട് ലോറി വാങ്ങണ്ടല്ലോ, നമ്മൾ അത് ലോറി ഉള്ളവനായിട്ട് ടൈപ്പ് ചെയ്താൽ പോരെ. ചെയ്യാം. അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പൊ തീരുമാനമാക്കണ്ട. അതാത് സമയത്ത് നിങ്ങൾക്ക് വേണ്ട അതാത് സപ്പോർട്ട് നമ്മൾ ചെയ്തുതരാം, ഡോണ്ട് വറി. ഞാനും നിങ്ങളും എന്നും ഇവിടെ ഉണ്ടല്ലോ. എവറി വീക്ക് വി ആർ മീറ്റിംഗ്. എല്ലാ ആഴ്ചയിലും നമ്മൾ മീറ്റ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ ആഴ്ചയിലും വി വിൽ ബി സിറ്റിംഗ് ആൻഡ് ഡിസ്കസിങ്. പറയൂ ഷബീർ അലിഗോ. സാർ പറയൂ. എന്തായാലും 15 വർഷമായിട്ട് ബിസിനസ്സിലുള്ളതാണ്. ഹലോ, പറയൂ. 15 വർഷത്തിൽ കേരളത്തിൽ തന്നെ 7 ബ്രാഞ്ചസും ഹൈദരാബാദ് ഒരു ബ്രാഞ്ചും ഞങ്ങൾ സൗദി അറേബ്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങൾ ചെയ്യുന്നത് MVP കോൺട്രാക്ടിങ് ആണ്. സാർ നേരത്തെ പറഞ്ഞില്ലേ പ്രീമിയം കാറ്റഗറിയിലോട്ട് ചിന്തിക്കാൻ പറഞ്ഞില്ലേ? 2023 ഞാൻ ഇതേപോലെ പ്രീമിയം കാറ്റഗറിയിലോട്ട് മാത്രം മതി എന്ന രൂപത്തിൽ പ്രീമിയം സെഗ്മെന്റ്സിലോട്ട് ഇറങ്ങി. പ്രീമിയം സെഗ്മെന്റ്സിലോട്ട് ഇറങ്ങിയപ്പോ നമുക്ക് ഒരു വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാഷ് ഫ്ലോ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാരണം നോർമലി ഉള്ളൊരു കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് പേയ്മെന്റ് കിട്ടും. പക്ഷെ ഈ കോർപ്പറേറ്റ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേപ്പേഴ്സ് വർക്കും പിന്നെ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ഡിലേ അല്ല, ഇത് ബിഗ് ഡിലേ. ഈ പ്രീമിയം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ B2B ആണെന്ന് ആരെ പറഞ്ഞേ? ഈ പ്രീമിയം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ്സ് മാത്രമാണെന്ന് ആര് പറഞ്ഞു? അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സാറേ, പ്രീമിയം എന്ന് ഉദ്ദേശിച്ചത് ഓക്കെ അവിടെ ചെല്ലുമ്പോൾ പേയ്മെന്റ് ഒരു പക്ഷെ നമ്മള് നോർമലി മാർക്കറ്റിൽ നമ്മള് 100 രൂപക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് 110-120 കിട്ടും. പക്ഷെ ആ പേയ്മെന്റ് കിട്ടാൻ അവരെ നിന്ന് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്തു നിന്ന് 1 മാസം കൊണ്ട് കിട്ടുന്നത് ഇത് 3, 4, 6, 8 മാസം എല്ലാം എടുക്കും. അങ്ങനെ വന്നപ്പോ 2023 ലാസ്റ്റോട് കൂടെ ഞങ്ങൾ ബിസിനസ്സിൽ അത് വല്ലാണ്ട് എഫക്ട് ചെയ്തു. അത് ആ എഫക്ട് 24-ലും 25-ലും അതിന്റെ റിസൾട്ടുകൾ ഉണ്ട്. തിരിച്ച് രണ്ടാമത് പഴയ പോലെ തന്നെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര റേഞ്ചിന്റെ താഴെയുള്ള ബിസിനസ് ചെയ്യില്ല എന്നായിരുന്നു നമ്മുടെ ഒരു തീരുമാനം നമ്മൾ എടുത്തത്. നമ്മൾ വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ അത് കയറി തുടങ്ങി.
അതിലെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പ്രീമിയത്തിൽ പോകുമ്പോൾ തന്നെ അതായത് ആ സാധനം താഴോട്ട് ഇറങ്ങല്ല വേണ്ടത്. ആ സാധനം നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി. പ്രീമിയം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം കോർപ്പറേറ്റ് സെഗ്മെന്റ് സെലക്ട് ചെയ്യാന്നുള്ളതായിരിക്കൂല. ഇൻഡിവിജ്വൽ പ്രീമിയം സെഗ്മെന്റ് ഇല്ലേ, ഓക്കെ അതായത് ഇന്റീരിയർ അല്ലേ നിങ്ങളുടെ മെയിൻ പരിപാടി? അല്ല, ഞങ്ങൾ MEP കോൺട്രാക്ട് കോൺട്രാക്ടിങ് ആണ്. ഓക്കെ, അപ്പൊ അത് മാക്സിമം അതാണ് വരിക. സി ബേസിക്കലി ഒരു എലമെന്റ്, നമുക്ക് കുറച്ച് കസ്റ്റമർ ഉണ്ടാവുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ടേംസും അതല്ലെങ്കിൽ നമ്മുടെ മാർജിനും അല്ലെങ്കിൽ നമ്മുടെ രീതികളും ഒക്കെ പ്രോസസ്സും ഒക്കെ തീരുമാനിക്കുന്നത് ആ കസ്റ്റമർ ആയിരിക്കും. കാരണം നമ്മൾ കൊല്ലത്തിലെ സെയിൽസ് വോള്യത്തിന്റെ ഒരു 80% തരുന്നത് ഈ 2-3 കസ്റ്റമർ ആയിരിക്കും. അപ്പൊ അവർക്കും അറിയാം ഈ കമ്പനി നിലനിൽക്കുന്നത് ഞങ്ങളെ പ്രൊജക്ട് കൊണ്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ഓര് നമ്മളെ കൊല്ലിക്കിട്ട് പിടിക്കും, നമുക്ക് പൈസ തരാതെ നമ്മളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കും. കസ്റ്റമറുടെ നമ്പർ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ്. അവിടെ നമ്മളിപ്പോൾ ഒരു താരത്തിന് ഒരിക്കൽ റിയാദില് ഒരു വെഹിക്കിൾ സ്പെയർ പാർട്സിന്റെ കച്ചവടം ചെയ്യുന്ന ഒരാള്, അയാൾക്ക് ഏകദേശം 3 മില്യൺ ദിറംസ് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഈ കിട്ടാനുള്ള ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ക്ലയന്റിനല്ലേ ഇയാൾ വീണ്ടും ഇങ്ങനെ സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓല് ഈ 3 മില്യൺ തരാതെ പുതിയ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ പൈസ തരും, ഈ 3 മില്യൺ തരൂല. അപ്പം അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് അതൊന്ന് ചോദിച്ചു വാങ്ങിക്കൂടെ? അപ്പൊ ചോദിച്ചു വാങ്ങിയാൽ ഓല് കച്ചവടം കട്ട് ചെയ്യും. കച്ചവടം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്റെ മേജർ ഷെയർ കച്ചവടം അവരാണ് തരുന്നത്. അതുകൊണ്ട് അവരോട് ചോദിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പൊ അവരുടെ ഭീഷണിക്ക് മുഴങ്ങി ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സെയിൽസ് മാർക്കറ്റിംഗ് ടീം ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഈ കസ്റ്റമറോട് ഒന്നും പറയണ്ട, പക്ഷേ നിങ്ങൾക്കിപ്പോൾ 20 മില്യൺ സെയിലാണുള്ളത്. ആ 20 മില്യൺ സെയില് ഏകദേശം അനദർ 10 മില്യൺ സെയിൽ പുറത്തുനിന്ന് വേറെ പിടിക്കണം. അതായത് 30 മില്യൺ സെയിലാക്കുക നമ്മൾ ആദ്യം. പക്ഷെ ഈ കസ്റ്റമർ നിങ്ങളുടെ ടേംസിന്, നിങ്ങളുടെ പേയ്മെന്റ് ടേംസിന്, നിങ്ങളുടെ പേയ്മെന്റ് അഗ്രിമെന്റിന് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം. ആദ്യം നിങ്ങൾ പ്രോപ്പർ അഗ്രിമെന്റ് ഉണ്ടാക്കുക. ആ പേയ്മെന്റ് ടേംസിൽ വർക്ക് ചെയ്യുന്ന കസ്റ്റമറെ മാത്രം ഇനി പുതുതായിട്ട് ആഡ് ചെയ്താൽ മതി. കാരണം പുതുതായിട്ട് ആഡ് ചെയ്യുന്ന കസ്റ്റമറോട് നമുക്ക് എപ്പോഴും നമ്മളെ ടേംസ് സെറ്റ് ചെയ്യാം. അങ്ങനെ 20 മില്യൺ ഉള്ള കസ്റ്റമർ 30 മില്യൺ സെയിൽസ് ആയ സമയത്ത് ഞാൻ അയാളോട് പറഞ്ഞു, ഇനി മറ്റേ ആളോട് പോയി സാധനം ചോദിച്ചാൽ അയാൾ ഇനി ആ സാധനം എടുക്കൂല എന്ന് പറയും. സാരല്ല, കാരണം ഇപ്പുറത്ത് ഓൾറെഡി നമ്മൾ പാരലലി എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിക്ക് ഒരു 10 മില്യന്റെ സെയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ 3 മില്യൺ മുപ്പര് തരാതെ മുങ്ങൊന്നുമില്ല, അത് നമുക്ക് ലീഗലി റിക്കവർ ചെയ്തെടുക്കാം. ഇയാൾ സ്ട്രോങ് ആയിട്ട് പൈസ തരണം എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ ഇനി സാധനം തരൂല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ അവരാദ്യം 1.5 മില്യൺ റിലീസ് ചെയ്തു. അവർ വിട്ടുപോയിട്ടൊന്നുമില്ല. കാരണം അവർക്കറിയാം ഇത്രയും റേറ്റിന് നല്ല സാധനം വേറെ എവിടെയും കിട്ടാനില്ല, ഇത്രയും സ്റ്റോക്കും വേറെ ആരുടെയും കയ്യിലില്ല. ഇവരുടെ ആ ഒരു ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ ക്രെഡിറ്റ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ട് അവരവിടെ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുകയായിരുന്നു. ഇവരൊന്ന് സ്ട്രോങ്. വീണ്ടും ഞാൻ പറഞ്ഞു, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിടല്ലേ, അടിപൊളിയായിട്ട് മാർക്കറ്റിംഗ് ചെയ്യ്. 10 കസ്റ്റമർ വരുമ്പം 9 കസ്റ്റമറും നിങ്ങളുടെ ടേംസ് അഗ്രി ചെയ്യൂല. അഗ്രി ചെയ്യുന്ന ഒരാൾ മതി നമുക്ക്. 100 മാർക്കറ്റ് ആളുകൾ വരുമ്പം 10 പേരെ ടേംസ് അഗ്രി ചെയ്യുള്ളൂ, അത് മതി നമുക്ക്. അങ്ങനെ നിങ്ങളെ ടേംസ് അഗ്രി ചെയ്യുന്ന കസ്റ്റമറെ ആഡ് ചെയ്ത് മാർക്കറ്റിംഗ് ഡിവിഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകും. അതല്ലെങ്കിൽ കുറച്ച് കസ്റ്റമറെ നിങ്ങൾക്കുള്ളൂവെങ്കിൽ നിങ്ങളുടെ ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എപ്പോഴും കസ്റ്റമർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ബേസിക്കലി അതാണ്, കസ്റ്റമർ ഡിക്റ്റേറ്റിംഗ് യുവർ ടേംസ്. ഹാവ് മോർ ആൻഡ് മോർ കസ്റ്റമേഴ്സ്. ഒരു കാര്യം പറയട്ടെ. ഞാൻ മുമ്പ് 2023 നമ്മളെല്ലാ കസ്റ്റമേഴ്സിനെയും എന്റർടൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് ടൈമില് ഞങ്ങൾക്കൊരു 110 മോർ ദാൻ ദാറ്റ് പ്രോജക്ട്സ് അറ്റ് ടൈമിൽ ഓടിയിരുന്നു. ഓക്കെ, പിന്നെ ഷബീറ, നമുക്ക് ഇപ്പൊ ഇരുന്നിട്ട് ഒരു വർഷത്തേക്ക് ചെയ്യേണ്ട പണി ഇപ്പൊ ഈ വെബിനാറിൽ എടുക്കണ്ടല്ലോ. നിങ്ങളെ സംഭവം സെറ്റാക്കി തന്നാ പോരെ. ഓക്കെ, നിങ്ങൾ എവിടെയാണ് ബേസ്? നാട്ടില് തൃശ്ശൂരിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും കോഴിക്കോട് വന്ന് തന്നെ മീറ്റ് ചെയ്യാലോ? അല്ലല്ല, ഞാനൊരു 2 മന്ത് ജിദ്ദയിലായിരിക്കും, 2 മന്ത് നാട്ടിലായിരിക്കും. ഞാൻ എല്ലാ മാസവും ജിദ്ദയിൽ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, സാറ് കഴിക്കണാക്കി വരുമ്പോ കാണാന്ന് പറഞ്ഞു. പക്ഷെ എന്തോ അന്ന് അക്കോമഡേഷനിൽ കയറാൻ പറ്റില്ല, എന്താ പറയുക, ഹോട്ടലായിരിക്കും പറഞ്ഞില്ലേ. നേരത്തെ പ്ലാൻ ചെയ്യാം. ഹിബയായിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാൻ എല്ലാ മാസം ഡിസംബറിലും ജനുവരിയിലും ഒക്കെ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് നിങ്ങളുടെ സിസ്റ്റത്തെ സെറ്റാക്കി എടുക്കാം. ഒറ്റയടിക്ക് നാളെ തന്നെ വന്നിട്ട് നിങ്ങൾ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് 1 ഇയർ
ഒരു ഭാഗത്ത് നമ്മൾ സിസ്റ്റം ബിൽഡിങ്, ഒരു ഭാഗത്ത് എഡ്യൂക്കേഷൻ പ്രോസസ്സ്, ഒരു ഭാഗത്ത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഒന്ന് ഡബിൾ ആക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. സെറ്റാവും. പ്രോബ്ലംസ് പഠിച്ചിട്ട് സോൾവ് ചെയ്യാം. ട്രസ്റ്റ് ദ പ്രോസസ്. ഈ ഒരു സാധനത്തെ ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറേ എക്സ്പേർട്സ് ഉണ്ട്. അതേസമയം എൻ്റെ കഴിഞ്ഞ 10-15 വർഷത്തെ എക്സ്പെർട്ടീസ് അബ്സല്യൂട്ട്ലി പുട്ട് ചെയ്തിട്ടുള്ള ഒരു സിൻസിയർ എഫേർട്ടാണ്. നമുക്ക് സമൂഹത്തിൽ കുറേ ബിസിനസ്സുകാരെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതോടുകൂടെ അവരിൽ നല്ല സാമൂഹ്യബോധം വളർത്തിയെടുക്കുക. അപ്പോൾ അവരിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവട്ടെ, എന്നിട്ട് അവർ ആ ക്യാഷിന്റെ നല്ലൊരു ശതമാനം സമൂഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ ആ ഒരു സോഷ്യൽ എന്തായാലും പറയാ എൻറിച്ച്മെന്റ് നടക്കുമല്ലോ. കുറേ സമൂഹത്തിൽ നമുക്കൊരു പവർട്ടി ഇറാഡിക്കേഷൻ നടക്കും, സമൂഹത്തിൽ നമ്മുടെ പൈസ ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളും വളരും, സമൂഹവും വളരും. അങ്ങനെ ഒരു പ്രോസസ്സ് നമുക്ക് തുടങ്ങി നോക്കാം. ലെറ്റ് us catch doubling our sales and doubling our profit for the year 2026. മൈൻഡ് കൊണ്ട് സെറ്റ് ആണെങ്കിൽ പറയും, ബാക്കി സെറ്റാവും. യെസ്, റഷീദ് പറയൂ. റഷീദ് സലാം പറയൂ. റഷീദ്, വളരെ സന്തോഷം. നല്ല രീതിയിൽ നമ്മൾക്ക് ഞാനിപ്പോ ഒരു 10-30 വർഷമായിട്ട് ദുബായിലുള്ള ഒരാളാണ്. പല മേഖലകളിലും ആളാണ്. ഞാനിപ്പം മകന്റെ ഒരു കാര്യം, ഇത് മകനാണ്, മകൻ എന്റെ മേഖലയിൽ മാറി വേറെ രീതിയിൽ പോകാന്ന ഒരു പുതിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു ഫ്രഷേഴ്സിന് ഈ ഒരു ക്ലാസ് സാറിന്റെ എങ്ങനെയാണ് ഉപകരിക്കാന്നുള്ളത് പൊളിയായിരിക്കും. അതായത് ഞാൻ കൊതിച്ചു പോവാണ്. നമ്മളൊക്കെ അവന്റെ പ്രായത്തില് ഇങ്ങനെ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആരോ ആയിപ്പോയിനെ. കാരണം നമ്മൾ തന്നെ ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്, IPO, ബിസിനസ് ഗ്രോത്ത്, ഗോൾ സെറ്റിംഗ് ഒക്കെ കേൾക്കുന്നത് 32-ാം വയസ്സിലാണ്. ഈസ് വെരി ലക്കി ഗായ്, അൽഹംദുലില്ലാ. ഈ എഡ്യൂക്കേഷൻ ആണല്ലോ അവനെ ശരിക്കും നമ്മളൊക്കെ 45-ാം വയസ്സിൽ അച്ചീവ് ചെയ്തത് അവനൊരു പക്ഷേ 35-ാം വയസ്സിൽ അച്ചീവ് ചെയ്യും. 10 years സേവ്ഡ് ബിക്കോസ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഓൺ ടൈം. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എനിക്ക് നെക്സ്റ്റ് ഇയറിംഗ് കൊടുക്കൂ, തൽക്കാലം ജോയിൻ ചെയ്യും. കാരണം ഏതായാലും ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളൊക്കെ MBA ചെയ്തതാണല്ലോ. പക്ഷെ MBAയിൽ പഠിക്കുന്നതല്ല ഇവിടെ പഠിക്കുന്നത്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ വിത്ത് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് എവരിത്തിങ്. അതായതല്ലോ പ്രായോഗിക കോച്ചിങ് ആണ്. അവിടെ പുസ്തകം വായിച്ചിട്ട് നമുക്ക് ഒരിക്കലും നീന്താൻ കഴിയില്ല. ഇവിടെ നമ്മള് നിങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ കടത്തിയിട്ട് അടിയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈയിട്ടടുപ്പിച്ച് നിങ്ങൾ നീന്തുന്നു, അക്കരെ കയറുന്നു എന്ന് ഉറപ്പുവരുത്തും. ബുക്കിൽ വായിച്ചിട്ട് നിങ്ങൾ ഒന്നിടൂല. വർഷങ്ങളായി തന്നെ കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ മേഖലയിൽ ഒരു താല്പര്യം വരാം. അപ്പൊ പറഞ്ഞു അല്ല, നിങ്ങളുടെ മേഖല അവിടെ കിടക്കട്ടെ, എനിക്ക് എന്റെ ഒരു പുതിയ മേഖലയിലേക്ക് പോകണം. അവൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യട്ടെ. ഷുവർ, മോസ്റ്റ് വെൽക്കം ജെന്റിൽമാൻ. അത് നിങ്ങൾക്ക് നല്ലൊരു അസറ്റ് ആയിരിക്കും. ഇത് എന്താ പേരെന്താ? റെഹാൻ. വെൽക്കം റെഹാൻ, പൊളിക്കും. താങ്ക് യു റഷീദ് ഭായ് ആൻഡ് റെഹാൻ. യെസ്, സാഹിൽ, അതിനുശേഷം സാക്കി ജലീൽ. സാഹിൽ, യെസ് സാഹിൽ പറയൂ. ഞാൻ ഓരോരുത്തരെയും 1 by 1 വിളിക്കാട്ടോ. കുറെ ആളുകൾ കൈപൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. സോറി സാഹിലിനെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്തല്ലോ. സാഹിൽ സംസാരിക്കൂ. യെസ്, ഇസ്ലാം പറയൂ. എവിടുന്നാണ്? പറയൂ സാഹിലേ. മാർക്കറ്റിംഗ് ഏജൻസിയാണ് റൺ ചെയ്യുന്നത്. എനിക്ക് ഏജൻസിയുടെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യണം. എനിക്ക് നല്ലൊരു ബാക്ക് ആൻഡ് സ്ട്രോങ് ടീം ഉണ്ട്. എത്ര പേരുണ്ട്? 15 പേരുണ്ട്. റിമോട്ട് ആയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. എവിടെ? കോഴിക്കോടാ? റനീഷയുടെ ഹസ്ബൻഡാ? അടിപൊളി. അപ്പൊ നിങ്ങളല്ല ഞാൻ ഈ ബിസിനസ് ഇമ്മർഷൻ ക്ഷണിച്ചിനെ വിളിക്കാം. ഈ വർഷം നിങ്ങൾ BCC ജോയിൻ ചെയ്യും. അടുത്ത വർഷം നമുക്ക് ബിസിനസ് ഇമ്മർഷൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, ഹു ആം ഐ, വാട്ട് ഐ ഡു എന്നൊക്കെ. പറയൂ. എനിക്കൊരു സ്ട്രോങ് ടീം ഇവിടെ എനിക്ക് ഡെവലപ്പ് ചെയ്യണം. ബാക്ക് എൻഡ് ടീം സ്ട്രോങ് ആണ്, മീൻസ് നല്ല റിസൾട്ടും നല്ല ക്ലയന്റും ഉണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ വേറെ നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യണം. അപ്പൊ അതിന് എനിക്ക് നല്ലൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം വേണം. ഇപ്പൊ ശരിക്കും ഞാനാണ് സെയിൽസ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, റെനീഷ ഓപ്പറേഷൻസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിതിനെ മീൻസ്
നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യണം ഈ ഒരു കമ്പനിനെ. Okay. അതുപോലെ തന്നെ കുറച്ച് ഡിവിഷൻസ് ആഡ് ചെയ്യണം. വെബ് ഡിസൈനിങ്, ഗൂഗിൾ ആഡ്, അങ്ങനത്തെ പെയ്ഡ് ആഡ്സും ഓർഗാനിക്കുമാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കൂടെ തന്നെ IT സപ്പോർട്ട്, ഇതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൂടി ചെയ്യിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന് എനിക്ക് ഇവിടെ തന്നെ ഒരു സ്ട്രോങ് ടീം വേണം ദുബായിൽ. ആയിക്കോട്ടെ, സെറ്റാക്കി എടുക്കാം. ഇവിടെ ഞാൻ ആദ്യം നിങ്ങളോട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം കുറേ ആളുകളുണ്ടല്ലോ, നമ്മൾ 10-200 പേരുണ്ട്. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ജനുവരി 1st വീക്ക് തന്നെ എല്ലാവരോടും നിങ്ങളുടെ റിക്വയർമെന്റ് ഒരു ഫോർമാറ്റിലൂടെ നിങ്ങൾ ഇപ്പോഴത്തെ ബിസിനസ്, അതിന്റെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ എഴുതി മേടിച്ചിട്ട് നിങ്ങൾ ഈ 2026 കാണുന്ന നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ഒരു ഗ്രോത്ത് പ്ലാനും നിങ്ങൾക്ക് പ്രധാനമായിട്ട് സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഡോക്യുമെന്റ് ഫില്ല് ചെയ്ത് തരണം നിങ്ങൾ. ഞാനതിരുന്നിട്ട് വിശദമായിട്ട് പഠിക്കും. എന്തിനാന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും പറയേണ്ട സ്റ്റോറികളും എഡ്യൂക്കേഷനും അതിന് കൊണ്ടുവരേണ്ട ആളുകളും എക്സ്പേർട്ടും ആരൊക്കെയെന്ന് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ നീഡ് കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ പ്രീ കോച്ചിങ്ങിന്റെ സമയത്ത് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഫുള്ളി നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ റിക്വയർമെന്റ്സ് എഴുതി വാങ്ങും. ഒന്ന്. രണ്ടാമത്തേത്, എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, നിങ്ങൾ പ്രോഗ്രാം ജോയിൻ ചെയ്തതിന് ശേഷം എന്നെ വന്നൊന്ന് കാണണം നിങ്ങൾ, എന്നിട്ട് ഒന്ന് സംസാരിക്കണം. അപ്പം റനീഷയുടെ കേസിൽ അല്ലെങ്കിൽ സായിലിന്റെ കേസിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ദുബായിൽ നിന്ന് കാണാം. ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്, ഐ മീൻ ദുബായിൽ നിന്ന്. എൻ്റെ എപ്പോഴും നമ്മളെ ടൈം നമ്മളിപ്പം പ്രിഫറൻസ് കൊടുക്കുക നമ്മുടെ ക്ലയന്റിനാണ്. വെറുതെ ഒരാൾ വന്നിട്ട് സാറിനെ കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ സമയം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം അവിടെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി ക്ലയൻസ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോൺ ക്ലയന്റിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കൂലല്ലോ. അപ്പം സായിലും റനീഷയൊക്കെ ഓൾറെഡി നമ്മുടെ ക്ലയന്റ് ആണ്, DP മിഷനിൽ വന്ന ആളുകളാണ്. അപ്പം ഓൾവേസ് അപ്പൊ ഈ പ്രോഗ്രാമിൽ ബുക്ക് ചെയ്ത ആളുകൾ, അതല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാം ജോയിൻ ചെയ്ത ആളുകൾ, അവർക്ക് എപ്പോഴും എന്നെ വിളിക്കാം. ഞാൻ ദുബായിലായാലും സൗദിയിലായാലും പിന്നെ നാട്ടിലായാലും നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം സായിലെ, എന്നിട്ട് വേണ്ട പ്ലാനുകൾ ചെയ്യാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ടീം ഒറ്റയ്ക്കല്ല. വി ആർ എ ലോട്ട് ഓഫ് thousands ഓഫ് ഓൺട്രപ്രണേഴ്സ് കമ്മ്യൂണിറ്റി. നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പാലിടാൻ പറ്റിയ ഒരുപാട് ആളുകളുടെ, അതായത് എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ നെറ്റ്വർത്ത് കൂട്ടാനാണ്. അതായത് നിങ്ങളിപ്പോൾ 10 കോടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും 100 കോടി ആക്കിയെടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തുക. കാരണം എൻ്റെ കൂടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് 100 കോടിയുടെ ഒരു അസറ്റ് ഉണ്ടാകുമ്പോൾ, നെറ്റ്വർത്ത് ഉണ്ടാകുമ്പോഴാണ് ബേസിക്കലി ഞാൻ എന്ന പ്രസ്ഥാനം വളരുന്നത്, നമ്മുടെ സാമൂഹ്യ ബോധം വളരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് ഇപ്പോൾ ഒരു 1000 വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, എടാ 1000 വിധവകൾ വീടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് സെറ്റാക്കിയാലോ. എല്ലാവരും ഒന്ന് ഞാനും എന്നാണ് സെറ്റാക്കും. ഇപ്പോൾ റനീഷയും ടീമൊക്കെ ഒരു വീട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, വെൽക്കം ടു എ കമ്മ്യൂണിറ്റി വെർ എവരിബഡി വാണ്ട് ടു ഗ്രോ ആൻഡ് എവരിബഡി ഹാപ്പി അബൌട്ട് അതേഴ്സ് ഗ്രോയിങ്. മറ്റുള്ളവർ ഗ്രോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാം. ബി പേഷ്യന്റ് സാഹിൽ, we will do it and we will be there for you. Yes, സാക്കി അല്ലെങ്കിൽ ഷക്കി ആണോ? സാക്കി ജലീൽ, പറയൂ. നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാജ് എന്ന് പറഞ്ഞ നജി എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് നഫി, അത് കഴിഞ്ഞിട്ട് ഈ സംസാരിക്കേണ്ടവരൊക്കെ പിന്നെ ഇത് റൈസ് ചെയ്യണം കേട്ടോ, ഹാൻഡ് റൈസ് ചെയ്യണം. എവിടെയുള്ള കമന്റിലല്ല, ആ സിസ്റ്റത്തിലുണ്ട് ഹാൻഡ് റൈസ് ഓപ്ഷൻ. യെസ് സാക്കി പറയൂ. കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ സാക്കിയിലേക്ക് തിരിച്ചു വരാം. നജി പറയൂ. ഇസ്ലാം പറയൂ നജി, എവിടുന്നാണ്? ഞാൻ നാട്ടില് വാഴക്കാടാണ്. പറയൂ. മലപ്പുറം ജില്ലയിൽ. പറയൂ. അമേരിക്കയിലാണ്, ഇവിടെ ടെക്സസിൽ. ഞാൻ പറയാൻ കാരണം, ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ജോലി ഉണ്ട്, പിന്നെ ചെറിയ പ്രോജക്ട്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലി എന്താന്ന് വെച്ചാല്, ഞാനൊരു 22 വർഷമായിട്ട് ERP-ലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കമ്പനികൾക്ക് ERP ആപ്ലിക്കേഷൻ ഡിസൈനിങ് സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് വെച്ചിട്ട് തന്നെ എന്റെ അടുത്ത് സപ്ലൈ ചെയിനും മാനുഫാക്ചറിങ്ങും വെയർഹൗസും പിന്നെ കസ്റ്റമർ സർവീസും സ്റ്റാഫ് മാനേജ്മെന്റും ഒക്കെ കുറെ സംഗതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒന്നുകിൽ SAP അല്ലെങ്കിൽ ഒറാക്കിൾ, ആ രീതിയിലുള്ള ആപ്ലിക്കേഷന്റെ ആർക്കിടെക്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരുപാട് ചെറിയ ഫ്രണ്ട്സ്, 1-2 സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറന്റുകളുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള POS സിസ്റ്റം, ERP സിസ്റ്റം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മിക്കവാറും കാശ് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല ഇതുവരെ. ഐ ടോൾഡ് യു, ഐ എം സ്റ്റിൽ ബിഗിനിങ് ഫേസ്. കാരണം എനിക്കൊരു ഫുൾ ടൈം ജോബ് വിട്ടിട്ട് അതിലൊരു പ്രയാസമുണ്ട്. കാരണം കുട്ടികളും വൈഫായിട്ട് ജീവിക്കുമ്പോഴേ റണ്ണിങ് സംഗതി പൈസ വേണമല്ലോ. അപ്പൊ
അപ്പൊ അത് രണ്ടുപേരും ഈ ആർപ്പിന്റെ കാര്യം ആപ്ലിക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഒന്ന് സൂചിപ്പിച്ച് എന്നേ ഉള്ളൂ. വെരി ഗുഡ്. ഒരു മോഡൽ ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ക്ലയന്റ്, അദ്ദേഹം 2022 ഡീപ്പ് ഇമർഷനിൽ ഉണ്ടായിരുന്നു, 2024 ബിസിനസ് ഇമർഷനിൽ ഉണ്ടായിരുന്നു. ബേസിക്കലി ഒരു ERP കമ്പനിയുടെ ഓണറാണ്. അപ്പം അദ്ദേഹം 4 പാർട്ട്നേഴ്സ് കൂടിയിട്ട് അബുദാബിയിൽ ഒരു ERP കമ്പനി ചെയ്യാണ്. അപ്പോൾ അവർക്കൊരു 500+ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടീസ് ഞാൻ കൂടുതൽ കണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം സുനിയേട്ടനും നമ്മളൊക്കെ മാസ്റ്റർ ഡീപ്പ് ഇമർഷന് വേണ്ടിയിട്ട് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ജോർജിയയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു മോഡല് ERP കൺസൾട്ടൻസി ഫേം ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടീസ് ഞാൻ കണ്ടത്, ഒരു കമ്പനിയിൽ പോയാൽ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത് അതിന്റെ സൊല്യൂഷൻ സെറ്റായി കൊടുത്തിട്ട് അയാളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെ ആയിക്കോളണമെന്നല്ല അയാൾ വിൽക്കുന്നത്. ഒരു പക്ഷേ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ്, ആ കൺസൾട്ടൻസിയുടെ ബൈ പ്രൊഡക്റ്റ് അയാളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കാം, സെയിൽസ് നടക്കും. അതല്ലെങ്കിൽ മറ്റ് കമ്പനികളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഹി ആക്ട് ആസ് എ കൺസൾട്ടന്റ്. ഈ കമ്പനിയുടെ ആളുകൾക്ക് ERP കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അപ്പം കമ്പനിയുടെ ഓൺ ബിഹാഫിൽ അദ്ദേഹം ആക്ട് ആസ് എ കൺസൾട്ടന്റ്, എന്നിട്ട് മറ്റുള്ള ERP സെഗ്മെന്റിലുള്ള ആളുകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെടുത്ത് ഈ കമ്പനിയുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അതിനെ സിസ്റ്റമാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് ഈ ഒരു വർഷം 2025 $1 million കൺസൾട്ടൻസി വർക്ക് എടുക്കണമെന്നായിരുന്നു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം സെറ്റ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞു. ആസ് ഓഫ് നൗ അദ്ദേഹം 500 dirhams, അതായത് ഏകദേശം 2.5 കോടിയുടെ കോൺട്രാക്ട് ഓൾറെഡി എടുത്തു. അപ്പം ഫോർ ഷുവർ ദിസ് ഇയർ തന്നെ 1 million. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് ഒരു ടാർഗറ്റ് ഇട്ട് ഓടുക എന്നുള്ളതാണ്. വെറുതെ കിട്ടിയത് വാങ്ങി വെക്കല്ല, ടാർഗറ്റ് ഇട്ട് ഓടണം എപ്പോഴും. ഞാൻ അതിൻ്റെ ആളാ. എപ്പോഴും ഒരു നമ്പർ ഇട്ട് ഓടണം. അപ്പോൾ അദ്ദേഹം അന്ന് നമ്പർ ഇട്ടത് കൊണ്ട് മാത്രം പുതുതായിട്ട് തുടങ്ങിയ കൺസൾട്ടൻസി ഫേം തന്നെ 500,000 ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇനിയും ബാക്കി വരും. സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തേക്കും ഒരുപാട് ആളുകൾ ചോദിക്കും ERPയുടെ കൺസൾട്ടൻസി വേണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ തന്നെ നെറ്റ്വർക്കിലുള്ള ആളാണ്, ഞാനും കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് വളരാം. കാരണം നമുക്ക് എല്ലാവരുടെയും ഹെൽപ്പ് വേണം. എനിക്ക് വീണ്ടും വേണ്ടത്, ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾ ERPയെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ കമ്പനിയിലും എങ്ങനെയാണ് അത് മാറ്റം വരുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ക്ലാസ് തരൂ. നമുക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഞങ്ങൾ ഈ ഗ്രൂപ്പിന് ഒരു ദിവസം ക്ലാസ് തരും, ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ വളരാം. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാൻ പറ്റുക. നമുക്ക് ഒരുമിച്ച് വളരാം. നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. നമ്മളിപ്പോൾ 200 പേരുണ്ടെങ്കിൽ ഈ 200 പേരും നമ്മൾ വളരണം എന്നുള്ള കമ്മിറ്റ്മെന്റ്, ഞാൻ മാത്രം വളരണം എന്നുള്ള കമ്മിറ്റ്മെന്റ് അല്ല. എൻ്റെ ഫുൾ ഒരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ യു ഓൾ ഷുഡ് ഗ്രോ. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഇന്റൻഷൻ എന്തായിരിക്കും വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വളരുക എന്നുള്ളതാണ്. ഫോർ ഷുവർ യു വിൽ ഓൾസോ ഗ്രോ ആൻഡ് പ്ലീസ് ഹെൽപ്പ് അസ് ഓൾസോ ടു ഗ്രോ. ഹാപ്പി ഒരു പ്രത്യേകത ഒരുപാട് AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ ഞാൻ ഈ കണ്ടെത്തിയ ഒരുപാട് ചെറുകിട ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് വലിയ $1 million ആപ്ലിക്കേഷൻസ് അല്ല, പക്ഷെ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള റീറ്റെയിലിനും ഒക്കെ ഉള്ള, അതിലൊക്കെ വളരെ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ ആണ് ഇപ്പോഴും ഉള്ളത്. അതിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ആഡ് ചെയ്ത പ്രോഡക്ട്സ് തന്നെ നമുക്ക് ഇറക്കാം. യെസ്. ഒരുപാട് സംഗതികൾ, അത് പിന്നെ സ്റ്റാഫ് മാനേജ്മെന്റിലാവാം, പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റിയിലാവാം, ഈ ഇന്റേണൽ സ്റ്റോക്ക് ട്രാൻസ്ഫറുകളാവാം, ഒരുപാട് സംഗതികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളെ ഫുൾ നെയിം എന്താ? നജീബ്, നമുക്ക് 2026 ഒരു പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്ത്, ഒരു സർവീസ് ഫോക്കസ് ചെയ്ത്, അതിലൊരു ടാർഗറ്റ് ഇട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ലെറ്റ് us സ്റ്റാർട്ട് സ്മോൾ, എന്നിട്ട് ലെറ്റ് us ഗ്രോ ബിഗ്. ഇൻഷാ അല്ലാഹ് പൊളിക്കും. നിങ്ങളെ നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ട കേട്ടോ. നമുക്ക് വി വിൽ കീപ്പ് ഇൻ ടച്ച്. ഓക്കെ. അപ്പൊ അവർക്ക് തന്നെ ഓക്കെ ഷുവർ. അമല, ഓക്കെ, താങ്ക് യു. യെസ്, അമലാണ്. യു ആർ വിത്ത് ബെസ്റ്റ് പേഴ്സൺ. ഓക്കെ യെസ്. സാക്കി റെഡി ഉണ്ടോ? നമസ്കാരം. പറയൂ. സാറേ, എനിക്കൊരു സ്കില്ലാണുള്ളത്. അതായത് ഞാൻ ഖത്തറിലുണ്ടായിരുന്നപ്പോ 1-to-1 ലേഡീസിന്, അതായത് 1-2 പേരൊക്കെ മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റാറുള്ളൂ. ബേസിക് സ്റ്റിച്ചിങ് കോഴ്സ് പഠിക്കുക. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ബേസിക് ഡ്രസ്സ് 2 പീസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അത് തയ്യൽ അറിയാത്ത, മെഷീൻ വർക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളെ കൂടി എനിക്ക് 10 ദിവസം കൊണ്ട് സെറ്റാക്കി വിടാൻ പറ്റാറുണ്ട്. അപ്പൊ അത് എനിക്കൊന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ടീമൊക്കെ വെച്ചിട്ട്, ഈ 1-to-1 ആകുമ്പോൾ മാക്സിമം 2 പേരും 3 പേരൊക്കെ ഇങ്ങനെ വർഷങ്ങളോട്ട് ഓടിക്കാൻ, അത് നമ്മളൊരു ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തു മാത്രം. അപ്പൊ ഇനി അതൊരു
ബിസിനസ് ആയിട്ട് ഇറങ്ങാൻ ഇപ്പൊ പിള്ളേരൊക്കെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്കിപ്പോ ഒരു ആമ്പിൾ ടൈം ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞാനത് നോക്കുന്നത്. പിന്നെ എന്റെ വാട്സപ്പ് ഒരു ബിസിനസ് അക്കൗണ്ട് ആണ്. അതിൽ ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ചാല് നമുക്ക് പിക്കിൾസ് ആൻഡ് ലേഹ്യംസ് പോസ്റ്റ് ഡെലിവറി പ്രസവം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ട മരുന്നുകൾ ഉണ്ടാക്കാനും എനിക്കൊരു പ്രവീണ ഉണ്ട്. അപ്പൊ അതും അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തന്നെ ഞാൻ ഇനി മുന്നോട്ട് എടുത്താലോ എന്നാണ് വിചാരിക്കുന്നത്. അതിനിപ്പോ ആരാ തടസ്സം നിക്കണേ? ഞാനാണോ നിങ്ങളാണോ? ഫിനാൻസ് എത്രത്തോളം വേണ്ടി വരും, അതാണ് ഒരു പ്രശ്നം. ഫൈനാൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഇതുവരെ ഒരു ബിസിനസ്സും വളരാതിരുന്നിട്ടില്ല. കാരണം ഐഡിയ ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസയും കൊണ്ട് നടക്കുന്ന ആളുകളുടെ എണ്ണമാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ പ്രശ്നം, ഐഡിയ പ്ലസ് മനക്കരുത്ത്, ഇത് രണ്ടുമാണ് മിസ്സിംഗ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഐഡിയയും മനക്കരുത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനവും ഞാൻ സെറ്റാക്കി തരാം. കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം, പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് വേണം, നല്ല ബിസിനസ് ഐഡിയ വേണം. ബാക്കി ഫണ്ടൊക്കെ അപ്പം ഈ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ഐഡിയ പറഞ്ഞു നോക്കി, ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പ്രസന്റ് ചെയ്ത് നോക്കി, ചുരുങ്ങിയത് 50 ആൾ ചാടി വെക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാവരും ബിസിനസ്സുകാരല്ലേ, എല്ലാവരും ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു കോഴ്സിൽ ചേരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു ERP കാരൻ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു 10 ERP കമ്പനി പിടിക്കുന്നുണ്ടാവും, അയാൾ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് 20 കോടി പിടിച്ച് അയാൾ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പരസ്പരം അങ്ങോട്ടും വേണ്ട സർവീസ് അല്ലേ. അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻസിക്കാരൻ അവന്റെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി വളരാനായിരിക്കും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ ഓൻ ഇതിൽ നിന്ന് തന്നെ 10 ആളെ പിടിക്കൂലേ. അപ്പൊ അങ്ങനെ വി ഗ്രോ ടുഗദർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വി ആർ എ കമ്മ്യൂണിറ്റി, വി നെറ്റ്വർക്ക് ഈച്ച് അതർ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഐഡിയ, നിങ്ങളുടെ ബിസിനസ് ഐഡിയ എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിനെങ്ങനെ ഗ്രോ ചെയ്യണം, എങ്ങനെ സിസ്റ്റം ആക്കണം, എങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം, എങ്ങനെ അതിന്റെ ടീം ബിൽഡ് ചെയ്യണം, എങ്ങനെ പ്രോസസ്സ് ബിൽഡ് ചെയ്യണം, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് കച്ചവടം ആരെങ്കിൽ എന്റെ കൂടെ പോരി, നമ്മൾ സെറ്റാക്കി തരാം. എന്നാ നമ്മളെ കൂടെ പോരി, നമ്മൾ നിങ്ങളൊരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓറിയന്റഡ് സാധനം ആക്കി തരാം. അല്ലാതെ വ്യക്തി ഓറിയന്റഡ് സാധനമല്ല, ഒരു കമ്പനി ആക്കി തരാം. സാറിനിപ്പോ ഈ ഒരു കോഴ്സിന്റെ വെബിനാർ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അതിന് ഇൻട്രൊഡക്ഷൻ, അത് കൂടാതെ എന്തൊക്കെ പ്രൊജക്ട്സ് ആണുള്ളത്? എങ്ങനെ ഇത് BCC അല്ലാതെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റിയ ബിസിനസിന്റെ ബെസ്റ്റ് സാധനം BCC തന്നെയാണ്. കാരണം അത് 1 ഇയർ നിങ്ങളുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കലി എന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജിയയിലെ ക്യാമ്പിൽ വരാം. അത് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ വരാം. അതായത് എല്ലാ ഇൻവെസ്റ്റ്മെന്റും കൂടി ഒരുമിച്ച് ചെയ്യണ്ടല്ലോ. അതായത് നിങ്ങൾ ആദ്യം ഒരു 2 ലക്ഷം രൂപ ഇട്ട്, എന്നിട്ട് അത് തിരിച്ചു പിടിക്കുക, ഒരു 20 ലക്ഷം തിരിച്ചു പിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ് വാങ്ങാം. ഞാൻ കഴിഞ്ഞ വർഷം ആമസോണിൽ ഒരു റീറ്റെയിലിംഗ്, അതായത് ആമസോണിൽ ഒരു സ്റ്റോർ ഇടാന്നുള്ള പദ്ധതി തുടങ്ങി വെച്ചിരുന്നു. അത് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് കാരണം ഇങ്ങനെ വളരെ ലാഗിലാ പോകണം. അതിന് നമുക്ക് ഒരാളെ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് ആമസോൺ സ്റ്റോർ സെറ്റ് ചെയ്യാൻ ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവന് ചിലപ്പോൾ ചെറിയ പൈസ കൊടുത്താൽ മതിയോ ഇന്ത്യയിൽ. ഒരു മാസത്തെ പ്രൊജക്ട് കൊടുക്കാം നമുക്ക് നിങ്ങളുടെ സ്റ്റോർ സെറ്റ് ചെയ്ത് തരാൻ. ദർ ആർ പീപ്പിൾ, ഡോണ്ട് വറി. അവർ ഫുള്ള് സെറ്റ് ചെയ്ത് ഓട്ടോമൈസ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾ അത് റൺ ചെയ്താൽ മതി. അതിന് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആളെയും കൂടി ഹയർ ചെയ്താൽ അയാൾ അതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്ത് അക്കൗണ്ടിൽ ഇങ്ങനെ ടപ്പ തന്നെ കായ് വരും. ഞാനൊരു കോഴ്സിൽ ഓൾറെഡി ഒരു 50,000 ഇൻവെസ്റ്റ് ചെയ്ത്, പക്ഷെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഫിസിക്കൽ ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലും റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ഇതായിട്ട് എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ കോർ ഏരിയ പഠിച്ചാൽ മതി. നിങ്ങളതിപ്പോ മറ്റേ സ്റ്റിച്ചിങ്ങും മറ്റേ എന്തൊക്കെ ഇത് മേക്കിങ്ങും ആണല്ലോ. നിങ്ങൾ കോർ ഏരിയ പഠിച്ചാൽ മതി. അല്ലാതെ ഫൈനാൻസും HR ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡിസൈനിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ആമസോണും അതൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. അതിനൊക്കെ നമുക്ക് ആളെ ആരേതാ പോരെ. എല്ലാം നമ്മൾ തന്നെ പഠിച്ച് ചെയ്യണ്ട. ഒരു 3 പ്രൊഡക്റ്റ് ഒന്നിച്ച് ലോഞ്ച് ചെയ്യാനാ പറഞ്ഞപ്പോ ഞാൻ 2 പ്രൊഡക്റ്റിൽ എത്തി നിൽക്കുന്നുണ്ട്. ബാക്കി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രേക്ക് വന്നു കാരണം. അപ്പൊ അതിനിപ്പോ എന്ത് ചെയ്യണം? ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇനി നമ്മളെ ഒരുമിച്ചിരുന്ന് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആ ഗോളിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയാൽ പോരെ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു ആക്ഷൻ എടുക്കാതെ നമ്മൾ ഏതായാലും ഒരു പ്രോസസ്സ് തുടങ്ങാണല്ലോ. അപ്പൊ നമ്മള് പ്രോപ്പർലി ഇരുന്നിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും അടുത്ത വർഷത്തേക്കുള്ള. അത് വെച്ചിട്ട് ആ ഗോള് പ്രകാരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ. കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തില്. പിന്നെ എല്ലാത്തിലും പോയി തൊടാതെ
ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഇത് ആണി എവിടെ അടിക്കണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ 100 ആണി അടിച്ചാലും പെട്ടി പൂടൂല. ആണി കറക്റ്റ് എവിടെ അടിക്കണം എന്ന് അറിഞ്ഞാൽ ആകെ 4 ആണി അടിച്ചാൽ മതി. അപ്പൊ കോച്ചിങ് ഈസ് എ പ്രോസസ് വേർ വി ടീച്ച് യു എവിടെയാണ് ആണി അടിക്കേണ്ടതെന്ന്. അത് കറക്റ്റ് 4 ആണി അടിച്ചാൽ അവിടെ നിൽക്കും പെട്ടി. പക്ഷെ ഇത് അറിയാത്തവന് പെട്ടിക്ക് ചുറ്റും ആണി അടിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും മൂടി തുറന്നേക്കാറുണ്ടാകുക. അപ്പൊ 100 ആണി അടിച്ചിട്ട് കാര്യമില്ല, അടിക്കേണ്ടടുത്ത് അടിക്കണം. സെറ്റാക്കാം. അപ്പൊ നമുക്ക് കാണാം. ഖത്തറിലാണല്ലേ? ഞാൻ ഖത്തറിലാണ്. ആയിക്കോട്ടെ, വിൽ കീപ് ഇൻ ടച്ച്. ഖത്തറും നാടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് വെച്ച് കാണാം, അല്ലെങ്കിൽ ഖത്തറിൽ വരുമ്പോൾ ഞാൻ ഗ്രൂപ്പിലിടും ഞാൻ ഖത്തറിലുണ്ടെന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ഏത് രാജ്യത്ത് വന്നാലും ഞാൻ ഗ്രൂപ്പിലിടും, എന്റെ ക്ലയന്റ് ഗ്രൂപ്പിൽ എപ്പോഴും ഇടും ഇന്ന രാജ്യത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് വന്ന് മീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ആസ് ഓഫ് നൗ ഞാൻ മൂന്നാറിൽ നമ്മുടെ ബിസിനസ് ക്യാമ്പിലുള്ളത്. ബിസിനസ് ഇമ്മർഷൻ ക്യാമ്പ് നടന്നുകൊടുക്കാം. ഞങ്ങൾ 15 ബ്രാൻഡ്സ് ഉണ്ട്. നമ്മൾ 2035 ലാർജർ വിഷൻ, എല്ലാവരും ഒരു 50 crore ക്ലോസ് ചെയ്ത ആളുകളായിരിക്കും. അപ്പൊ ആ ഒരു 50 ഒരു 500 ഗ്രോത്ത് എങ്ങനെയാന്നുള്ളൊരു കൺസെപ്ച്വൽ പ്ലാനിങ്ങിലാണ് ഞങ്ങളുള്ളത്. അപ്പൊ ഇപ്പം നിങ്ങൾ ബിഗിനേഴ്സിന് അത് വേണ്ട. നിങ്ങൾ ബിസിനസ് ഇമ്മർഷനിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ ആക്കി തരാം. എങ്ങനെ 10 കോടി ചെയ്യുന്നവൻ 30 കോടി 40 കോടിയൊക്കെ ആവട്ടെ. ഹാഷിം ഗ്രൂപ്പിൽ നിങ്ങൾ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കേട്ടോ. പ്രോഗ്രാമിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. ഹാഷിം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തും. യെസ് നാഫി, പറയൂ. ഹലോ, നമസ്കാരം. നാഫി, സൗദി അറേബ്യയിലാണ്. പറയൂ നാഫി. നാട്ടില് മലപ്പുറം. എന്താണ് ചെയ്യുന്നത്, പറയൂ. സൗദിയിലെത്തിയ സമയത്ത് മൊബൈൽ ഷോപ്പിലായിരുന്നു. പിന്നെ ഒരു വർഷം പാർട്ണർഷിപ്പ് കയറി അങ്ങനെ കട എടുത്ത്, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറച്ച് കടകളൊക്കെ പറഞ്ഞതിൽ 7-8 കട ആക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സമയത്ത് ഇവിടെ സൗദിവൽക്കരണം മൊബൈൽ ഷോപ്പിൽ വന്ന സമയത്ത് പിന്നെ മറ്റുള്ള കുറച്ച് ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ ഷോപ്പ്, പിന്നെ അങ്ങനെ ഇവിടെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിങ്ങനെ പോയി കുറച്ച് വൈഡായി സമ്മറിന്റെ ഹോൾസെയില്, പിന്നെ മിഠായിക്കട, അങ്ങനെ വന്ന് ലാസ്റ്റ് പിന്നെ റിയൽ എസ്റ്റേറ്റിലാണ് വന്നു നിൽക്കുന്നത്. അപ്പോ കുറെ കടകൾ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതിനും പിന്നെ ഏതൊക്കെ കടയിൽ പാർട്ണർമാരുണ്ടോ ആ കടകളൊക്കെ ഓടുന്നുണ്ട്. പിന്നെ മറ്റുള്ള കടകൾ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അതായത് പാർട്ണർമാർ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്ന കടകൾ ഓടുന്നുണ്ട്, മറ്റുള്ള കംപ്ലീറ്റ് ക്ലോസ് ആയി. ഇപ്പൊ നിലവില് പിന്നെ റിയൽ എസ്റ്റേറ്റിലാണ് ഉള്ളത്. ബിൽഡിങ് പിന്നെ ഉണ്ടാക്കിയിട്ട് റെന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്നോട് കൂട്ടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, അതല്ല ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും? വെരി ഗുഡ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടായത്. അതായത് 8 സ്റ്റോർ ആവുമ്പോൾ അത്യാവശ്യം ക്യാഷും അത്യാവശ്യം ബിസിനസ്സും ഒക്കെ വന്നു. ആ വന്ന സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 8 ഉള്ളത് 100 ആക്കണോ, അതല്ല വേറെ മോഡൽ ഓഫ് ബിസിനസ് തുടങ്ങണോ എന്നുള്ള ക്ലാരിറ്റി കിട്ടിയില്ല അല്ലേ? അതെ, ആ സമയത്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നിർബന്ധമായി പോയി. കാരണം സൗദിവൽക്കരണം വന്ന സമയത്ത് അതിൽ നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഏതാ ഉള്ളത്? ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്താ? വാട്ട് ആർ യു പുലി അറ്റ്? ഇതിലേക്ക് ഇറങ്ങിയാലും പുലിയാണ്. അങ്ങനെ പറയരുത്. അത് ബോംഗോളി को काम को बुलाएगा तो बोंगोली बोलते हैं सोप कौम आते हैं और कोई काम नहीं होता है. क्या कौम होता है वो बोलो. What are you expert at? What is your key area? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ നിലവിൽ കീ ഏരിയ പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഏത് രൂപത്തിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുക, ഷോപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ഏർപ്പാട് സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ? അതൊന്നുമല്ല, എനിക്ക് ശരിക്കും ഏതാ കച്ചവടം അറിയാം. ഒരു ഏരിയ ഞാൻ അല്ലെങ്കിൽ ഒരു ഏരിയ നീ സ്പെഷ്യലൈസ് ചെയ്യണം നാഫി. കാരണം ഈ ലോകത്ത് വളർന്നവരൊക്കെ ഇനീഷ്യലി ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത് വളർന്നവരാ. പരന്ന് വളർന്നവരൊന്നും വളർന്നിട്ടില്ല. സ്പെഷ്യലൈസ് വൺ ഏരിയ. എന്തിൻ്റെങ്കിലും ഒരു പുലി ആയിരിക്കണം. ഞാൻ ജീവിതത്തിൽ ആകെ 2 പണി എടുത്തിട്ടുള്ളൂ, ട്രാവലിംഗ് ആൻഡ് ട്രെയിനിങ്. അതർവൈസ് എൻ്റെ മെഡിക്കൽ സ്കൂളിലെ പ്രൊഫസർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആൻഡ് ട്രെയിനിങ്.
ആ ട്രെയിനിങ്ങിൽ പെട്ടതാണ് കോർപ്പറേറ്റ് ബ്രാൻഡിങ്. ഈ 3 കമ്പനിയെ എനിക്കുള്ളൂ. അതല്ലാത്ത ഒരു പരിപാടി നമ്മൾ ഫുൾ ടൈം ഇൻവോൾവ് അല്ല. അങ്ങനെ ഒരു സാധനത്തിലേക്ക് വരണം. ദെൻ യു വിൽ ഗ്രോ എക്സ്പോണൻഷ്യലി. ഒരു വർഷമേ നമ്മളെ കൂടെ ഒന്ന് കൂടിയേക്കാം. അപ്പൊ കുറച്ച് ക്ലാരിറ്റി വരും. നമ്മളിപ്പം അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഇരുന്ന് സോൾവ് ചെയ്യണ്ടല്ലോ. യു നീഡ് ടു ടേക്ക് ദാറ്റ് ട്രസ്റ്റ്. യു നീഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക് ഓഫ് ട്രസ്റ്റിംഗ് മൈ പ്രോസസ്. അതായത് ഇയാളെ കൂടെ കൂടിയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വേണം. അവിടുന്നാണ് എൻ്റെ വിജയം തുടങ്ങുന്നത്. നമുക്ക് ആരെയും ഹെൽപ്പ് വേണ്ട, ആരെയും സപ്പോർട്ട് വേണ്ട, എനിക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞാണ് ശരി എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വന്നാൽ പിന്നെ നമ്മൾ വളരൂല. എവ്രിബഡി ഇൻക്ലൂഡിങ് മീ, ഞാനും നിങ്ങളും അടക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു മെന്റർ വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്ന് അയാൾ ചെക്ക് ചെയ്യും, നമുക്ക് കഴിയില്ല. 2, നമുക്ക് കടന്നുറങ്ങുമ്പോൾ നമ്മളോട് വിളിച്ചടാ എണീക്കടാ എന്ന് പറയാൻ ഒരാൾ ജീവിതത്തിൽ വേണം. പല സമയത്തും അങ്ങനെ ഒരാളുടെ തന്റെ കുറവാണ് പല ആൾക്കാരും വളരാത്തത്. അപ്പൊ നമ്മളെ കൈപിടിച്ച് നമ്മളെ സ്വപ്നങ്ങളിലേക്ക് നമ്മളെക്കാൾ ആവേശത്തിൽ കൊണ്ടുപോകുന്ന ഒരാള്, അയാൾ നമ്മുടെ മൂല്യങ്ങളുമായി മാച്ച് ആവും വേണം. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കായി അയാൾ കൊണ്ടുപോകുന്നത്. അതുള്ളവരേ ലോകത്ത് വളർന്നിട്ടുള്ളൂ. ഇനി ഞാൻ എന്ന വ്യക്തി ഒരു മെന്റർഷിപ്പ് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഞാനും വളരില്ല. എന്റെ 32-ാം വയസ്സ് മുതൽ ഇന്ന് വരെ എന്നും എനിക്ക് മെന്റർ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാവും. അപ്പം ഞാൻ എങ്ങനെ വളരണം, ഞാൻ എങ്ങനെ എന്നെ ഷേപ്പ് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കുന്നതും എന്നെ വഴികാട്ടുന്നതും എൻ്റെ മെന്റേഴ്സാണ്. നിങ്ങൾക്കും ഒരു മെന്റർ ഉണ്ടാവട്ടെ. പൊളിക്കും. യെസ്, ഷാഹുൽ പറയൂ. ഷാഹുൽ പറയൂ. അല്ലെങ്കിൽ സൂം യൂസർ എന്ന് എഴുതിയിട്ടില്ല, പേര് എനിക്കറിയില്ല. അദ്ദേഹം കുറെ നേരമായി കൈവക്കുന്നു. ഹലോ, യെസ്, പറയൂ. ഞാൻ ഖത്തറിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. എന്റെ വെബ്സൈറ്റ് കൊണ്ട് വീഡിയോ ആക്കാൻ പറ്റുന്നില്ല. നോ പ്രോബ്ലം, പറയൂ ഷാഹുലെ. ഓക്കെ, ഞാൻ ഖത്തറിൽ ഒരു 10-15 വർഷമായിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഫീൽഡിലാണ്. ചെറിയൊരു സംരംഭമാണ് എന്റേത്. ഞാൻ ഖത്തറിൽ ഒരു കമ്പനിക്ക് ഇലക്ട്രീഷ്യൻ ആയിട്ട് വന്നതാണ്. കമ്പനി തുടങ്ങാനുണ്ട്. ഖത്തറി നിർവാഹത്തിൽ കമ്പനി തുടങ്ങാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഫ്രീലൻസ് ആയിട്ട് ചെറിയ വർക്ക് എടുത്ത് പോകുന്നു. 10-16 വർഷമായി അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക്, പിന്നെ 2 ആളായി, 3 ആളായി, 4 ആള് വെച്ചിട്ട് 2 വണ്ടി വെച്ച് ഞങ്ങൾ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മെയിൻ ആയിട്ട് റെഫ്രിജറേഷൻ മെയിൻ്റെനൻസ് ആണ് ചെയ്യുന്നത്, AC മെയിൻ്റെനൻസ്. അപ്പൊ എനിക്ക് വേണ്ടത് സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഇട്ട് റെഫ്രിജറേഷൻ മേഖലയിലെ A to Z മെയിൻ്റെനൻസ് ചെയ്യാൻ കമ്പനി ഒന്നും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. പ്രൊഫഷണൽ രീതിയിൽ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പൊ സാറിന്റെ പറഞ്ഞ എന്ത് ഹെൽപ്പാണ് എനിക്ക് കിട്ടാന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെരി ഗുഡ്. ഇതുവരെ ഒറ്റയ്ക്ക് സൈക്കിളിൽ തുടങ്ങിയ ഒരു പ്രയാണം, 2 പിക്കപ്പും 4 ആൾക്കാരുമായി 4 ആൾക്കാർക്ക് കണ്ടിന്യൂ പടുക്കാനുള്ള പണി നിലവിലിപ്പുണ്ട്. സൂപ്പർ. ഷാഹുലെ ആദ്യമായിട്ടേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ ഒരു ഫോളോവറാണ്. ഷാഹുലെ ആദ്യമായിട്ട് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ആ ഒരു ടെക്നീഷ്യനായി ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു ഓൺട്രപ്രണർ ആവണം എന്ന് നിങ്ങൾക്ക് തോന്നിയ ആ മൈൻഡിന്റെ ആ വികാസം ഉണ്ടല്ലോ, അതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. കാരണം ലോകത്ത് 95% ആളുകൾക്കും മൈൻഡിലിട്ട ആ ചങ്ങല ലൂസ് ആവാറില്ല, അല്ലെങ്കിൽ അത് റിലീസ് ആവാറില്ല. അതുകൊണ്ട് തന്നെ അവർ മരണം വരെ ഓൺട്രപ്രണീർ ജേണിയിലേക്ക് വരാറില്ല. ഓൺലി 5% കം ടു ഓൺട്രപ്രണീർ ജേണി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ ആ 95 രക്ഷപ്പെട്ട് ടോപ്പ് 5 എത്തിയല്ലോ ഷാഹുലെ. അഭിനന്ദനങ്ങൾ. ഇനിയുള്ളത് ബാക്കി കാര്യങ്ങളില്ല, അത് നമുക്ക് വിട്ടാളി. നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയൂ, നിങ്ങളുടെ പ്ലാനുകൾ പറയൂ, അതിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ള കൺസെപ്ച്വൽ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും അതിനുവേണ്ട സപ്പോർട്ടും അതിന്റെ ടീമും നമുക്ക് സെറ്റാക്കാം. എപ്പോഴും ഇപ്പൊ നിങ്ങളുടെ ബ്രെയിന് നിൽക്കുന്നത് ചിലപ്പോൾ കോടികളിലായിരിക്കും, അല്ലെങ്കിൽ ലക്ഷങ്ങളിലായിരിക്കും. അത് എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് ഒരു 10 ഇരട്ടി മേലോട്ട് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാക്കാം. ഷാഹുൽ പൊളിക്കും. വൺസ് അഗൈൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടോ. കാരണം പല ആളുകളും ബിസിനസിന്റെ സാഹചര്യത്തിൽ നിന്നാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾ അവിടുന്ന് കയറി ഇവിടെ എത്തിയത് നിങ്ങൾ ആള് പൊളിയാണ്. കൊറോണ സമയത്ത് ഒരു കൊല്ലം 3 മാസം നാട്ടിൽ നമ്മളെ ബാക്കിൽ ടീമുള്ളതുകൊണ്ട് അവർ മാത്രമേ ഹാൻഡിൽ ചെയ്ത് നമ്മളെ കമ്പനിയിൽ കൊണ്ടുപോയി. മൊത്തത്തിൽ എനിക്ക് നാട്ടില് വാട്സപ്പും ഇവിടെ കോൾ അറ്റൻഡ് 1 വർഷം 3 മാസം എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. നാട്ടിൽ വീട്ടിലൊക്കെ. അപ്പൊ അതിന് ഞാൻ അവർക്ക് ബെനിഫിറ്റ് അതിന്റെ കൂടെ സ്ഥിരമായിരുന്ന ആൾക്കാർ കമ്പനിയുടെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് കൂടെ നിന്നാൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് കൊടുത്ത് ഈ 6 മാസമായിട്ട് അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. അവരാണ് നമ്മളെ കമ്പനി നോക്കിയത്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ കമ്പനി എത്ര വളർന്ന് അത്ര വന്നാലും കമ്പനിയുടെ ഈ ഇത്ര കണക്ക് ശതമാനം എടുത്ത് വേണ്ട ശതമാനം നിങ്ങൾക്ക് 2 ആൾക്കും ഉണ്ടാവും വേണ്ടത്. അതൊക്കെ എങ്ങനെ ലീഗലി സ്ട്രക്ചർ ആക്കണം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾ മറ്റുള്ളവരും കൂടെ വളരണം എന്നുള്ള നിങ്ങളുടെ മൈൻഡ് അഗെയിൻ അപ്രിഷിയേറ്റഡ്.
പക്ഷെ അതൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ലീഗലി എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുള്ള പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇൻഷാല്ല. മുസ്തഫ സാഹിബിനെ കണ്ടല്ലോ, ഫർഹ ഇന്റർനാഷണൽ, നമ്മുടെ ഷിപ്പിംഗ് ലൈൻ. മുസ്തഫ. യെസ് ബോസ്, പറയൂ. ലോഗോ ബാക്കിലുണ്ടല്ലേ നിങ്ങളെ കപ്പലിന്റെ മറ്റേ തിരിക്കണ സാധനം, സ്റ്റാറിങ്. കപ്പലില്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? കപ്പലില്ലാണ്ട് ഇവിടെ പോകാ. പറയൂ, എന്തൊക്കെ വിശേഷം? അടിപൊളി. നമ്മളിപ്പോ അന്ന് ചൈനയിൽ കൂടിയ 90 പേരല്ലേ, ഞങ്ങൾ വേറെ 250 ആളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വർഷം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പരസ്പരം വളർത്തുക എന്നുള്ളതാണ് പരിപാടി. ഞാൻ വന്നത് തന്നെയാണ്. ഞങ്ങൾ ട്രെയിൻ പോയപ്പോൾ ഡോക്ടർ 100% അല്ല 150% ഹാപ്പി ആയിട്ട് വന്നതാ. പക്ഷെ ഞങ്ങൾ 200% ഹാപ്പി ആയിട്ട് വന്നേക്കണം, 150 അല്ല. ഞാൻ ഡോക്ടറെ കൂടെ 10 ദിവസം ഉണ്ടായിരുന്ന ഐ എം വെരി ഹാപ്പി. താങ്ക് യു. എല്ലാം കൊണ്ടും ഡോക്ടറും ടീമും ഫിറ്റ് ആണ്. ഇൻഷാല്ല ഇൻ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും യാത്ര ഉണ്ടെന്ന് അറിയിക്കാം, നമ്മൾ കൂടെ ഉണ്ടാവും ഇൻഷാല്ല. താങ്ക് യു. അപ്പൊ പൊളിക്ക്. ഇനിയിപ്പം നിങ്ങൾ ചിലപ്പം 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് എവിടെയാണോ ബിസിനസ് എത്തിച്ചത് അതിന്റെ ഒരു ഡബിൾ നമുക്കൊരു 3 വർഷം കൊണ്ട് പിടിച്ചു നോക്കാം, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പിടിച്ചു നോക്കാം. ഇൻഷാല്ല. പൊളിക്കും. യെസ്, നമ്മള് 2-3 പേരും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ പിന്നെ ആദ്യമായിട്ട് വന്ന ആളുകളെ നമ്മൾ മുഷിപ്പിക്കണല്ലോ. യെസ്, പറയൂ. അലൈഹിസ്സലാം, പറയൂ. നിങ്ങൾ കുറെ നേരമായി ചോദിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ പേരൊക്കെ പറയും. ഈ സൂം മീറ്റിംഗ് ജോയിൻ ചെയ്യേണ്ട ഒരു എഡ്യൂക്കേഷൻ ആദ്യം തരണം. കാരണം അത് നമ്മളൊരു ഇന്ററാക്റ്റീവ് മീറ്റിംഗ് ആണല്ലോ. നമ്മുടെ പേര് അവിടെ കൊടുക്കണം, എപ്പോഴും വീഡിയോ ഓൺ ആക്കണം, അതുപോലെ തന്നെ ഹാൻഡ് റൈസ് ചെയ്യുക, കമന്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് തരാം. അതിന്റെ ഒരു എഡ്യൂക്കേഷൻ തന്നെ തരാം. സൂം മീറ്റിംഗ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതും ഒരു ബിസിനസ്സുകാരനെ അറിയേണ്ട ഒരു എഡ്യൂക്കേഷൻ ആണല്ലോ. യെസ്, പറയൂ. നിങ്ങളുടെ പേര്? എന്റെ പേര് ജുനൈസ് അലിഖാൻ. എവിടുന്നാണ്, എന്താണ്? ഞങ്ങള് ബേസിക്കലി ബിസിനസ് സൗദി അറേബ്യയിലാണ്. എന്താ പരിപാടി? നമുക്ക് ഇലക്ട്രിക്കൽ, ഇൻഡസ്ട്രിയൽ, സാനിറ്ററി അതിന്റെ പ്രൊഡക്ട്സും അതിന്റെ സെയിലും ട്രേഡിംഗ് ഒക്കെ. റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടോ? റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എന്താ ബ്രാൻഡിന്റെ പേര്? റീറ്റെയിൽ ഔട്ട്ലെറ്റ് ബ്രാൻഡിന്റെ നമ്മുടെ അൽബിലാദ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോ ഞങ്ങള് ബേസിക്കലി വാപ്പായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോ അതിലിപ്പോ ഞങ്ങള് മക്കളെല്ലാരും ഇൻവോൾവ് ആയിട്ട് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാന്? എന്ത് ഹെൽപ്പാണ്, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വേണ്ടത്? അപ്പൊ മെയിൻലി സാർ ഇത്ര സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട്, പിന്നെ സാറിന്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഒന്ന് മീറ്റ് ചെയ്ത് അങ്ങനെ ഈ സൂം മീറ്റിംഗിലേക്ക് വന്നതാണ്. ഓക്കെ. അപ്പോ ബേസിക്കലി ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് നോളജുകളൊക്കെ സാറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ ബാക്കിയുള്ള ബ്രദേഴ്സിലേക്കും എന്റെ ഉപ്പാലേക്കൊക്കെ അറിയിക്കണം. അപ്പൊ അതിന് എല്ലാരും ചോദിക്കുന്നത് സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി അവർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൺവിൻസ് ആയി. നിങ്ങൾ നാട്ടിലുണ്ടോ? ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ, നിങ്ങൾ വന്നോളൂ. ഞാന് 2-ാം തീയതി മുതൽ ഓഫീസിലുണ്ടാവും. എന്നാ തിരിച്ചു പോകുന്നേ? ഞാന് പ്ലാൻ ചെയ്തിട്ടില്ല, ഒരാഴ്ചക്കുള്ളിൽ. ഓക്കെ, ഒന്നെങ്കിൽ 2-ാം തീയതി, അതല്ലെങ്കിൽ ഞാൻ 10-ാം തീയതിക്ക് ശേഷം സൗദിയിലുണ്ടാവും. സൗദിയില് ജിദ്ദ, റിയാദ്. നിങ്ങൾ എവിടെയാ? നിങ്ങൾക്ക് നാട്ടിലാ ഒന്നും കൂടി ബെറ്റർ. നാട്ടിലുണ്ടോ എല്ലാവരും? നാട്ടിലിപ്പോ എല്ലാവരും ഇല്ല. ഓക്കെ, നമുക്കൊരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എല്ലാവരുമായിട്ട്. ബെറ്റർ. ഓക്കെ, ആരായിട്ടാ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്? നമ്മുടെ പിന്നെ കൺസൾട്ടന്റ് ആരാ? ഹെന്ന. ഓക്കെ, ഹെന്നയോട് പറയൂ, ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാൻ പറയൂ കേട്ടോ. നമുക്ക് മീറ്റ് ചെയ്യാം. ഞാനിപ്പം ബിസിനസ് ക്യാമ്പിലാണ്. ഇപ്പം 4 ദിവസം കൂടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ 11 ദിവസത്തെ ക്യാമ്പിലാണ്. അത് കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് സൂമിൽ മീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ ദിവസമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ്. അല്ലെ, അത് ഇവിടെ ഞാൻ ക്യാമ്പിലായതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കുന്നുമില്ല, ഞാൻ ആർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നുമില്ല. കാരണം നമ്മൾ രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ ഡെയിലി ബിസിയാണ് ഇവിടെ. ഫുൾ ഇത് ഡീപ്പ് ഇമ്മർഷൻ ആണ്. ആക്ച്വലി നമ്മളെ ബിസിനസ്സിലേക്ക് ആഴത്തിലിറങ്ങി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല. നോ മൊബൈൽസ്, നോ കോൾസ്, നോ ബിസിനസ്, നത്തിങ്. ഓൺലി 11 days ഫോർ ദ ക്ലയന്റ്. അവരുടെ ബിസിനസിന്റെ വിഷൻ പ്ലാൻ ചെയ്യാനുള്ള തലപുകഞ്ഞ ആലോചനയിലാണ്.
തിരിച്ചു വരട്ടെ, അങ്ങോട്ട് തരാം. മനസ്സിലായി. ഓക്കെ. സെറ്റാക്കാം. അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ മതി, വേറെ. ഓ സെറ്റാക്കാം. എന്നാ അദ്ദേഹത്തെ നോട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. സലാം. യെസ്, അബ്ദുൽ ലത്തീഫ്. യെസ്, ഇംതിയാസ്. യെസ്, ഇംതിയാസ് പറയൂ. പറയൂ. ആള് സുന്ദരനും സുമുഖനും ആണല്ലോ. ആരാപ്പത്? എവിടുന്നാ? ദുബായില് കാലിക്കറ്റാണ്, മാവൂർന്ന് പറയും. ഓക്കെ. എന്താ പരിപാടി? നമ്മളിവിടെ ഫ്രഷ് ചിക്കന്റെ ട്രേഡിങ് ചെയ്യാണ് ഇപ്പൊ നിലവില്. അപ്പോ നമ്മളിപ്പോ ഒരു ഫുഡിന്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യാൻ. വെരി ഗുഡ്. ഒക്കെ പോലെയുള്ള അത് ഓൺലൈൻ പ്ലസ് റീറ്റെയിൽ ഉള്ള രീതിയിലാണ്. വെരി ഗുഡ്. അപ്പൊ നമ്മളൊരു വിഷൻ എന്ന് പറയുന്നത് ഒരു 2036 ഒരു 10,000 crore കമ്പനി ഒക്കെ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വിഷൻ ചെയ്യുന്നത്. IPO അടിക്കണം. അപ്പൊ അതിന് നമുക്ക് വെച്ചാല് ഇപ്പത്തെ ഇനീഷ്യൽ സ്റ്റേജിലെ നമുക്ക് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് വേണം, ആവശ്യങ്ങൾ കാര്യങ്ങൾ. എന്റെ ഐഡിയ പെർഫെക്റ്റ് ആണോ? അതായത് ഐഡിയ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതായത് ഐഡിയ ആദ്യം തലയിലുണ്ടാവും, തലേന്ന് എടുത്തിട്ട് ദുനിയാവിലേക്ക് വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, പ്രൈമറി ഐഡിയ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. പ്രൈമറി ഐഡിയ, എന്നിട്ട് ഐഡിയ വയബിൾ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സെറ്റ് ആവും. ഡോണ്ട് വറി. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ഐഡിയ എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് പോകാതിരുന്നിട്ടില്ല. ആ ഇൻവെസ്റ്റ്മെന്റ് സെറ്റ് ആവും. ഐഡിയ വയബിൾ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സെറ്റ് ആവും എന്നുള്ള ഗ്യാരണ്ടി നമ്മുടേതാ. കാരണം ഞാനിതുവരെ ഏതൊരു ബ്രാൻഡിൽ പോയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ബ്രാൻഡിന്റെ വിഷൻ ഗ്രോ ചെയ്യാതിരുന്നിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം. ലെറ്റ് us മേക്ക് ദ ഐഡിയ പെർഫെക്റ്റ്. ഒരു ഫണ്ടർ വന്നു കഴിഞ്ഞാൽ അയാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഡാറ്റയും ഡോക്യുമെന്റും ഐഡിയയുടെ ക്ലാരിറ്റിയും നമുക്ക് കൊണ്ടുവരാം ഒരുമിച്ചിരുന്ന്. ബാക്കി ഫണ്ട് വരും. then I am the right person for you. ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ I am the right person and business is the right point. All right. Thank you. ഇനി ആരാ സംസാരിക്കാത്തുള്ളത്? ലത്തീഫ്. യെസ്. സലീം. ഓക്കെ. ഇസ്ലാം പറയൂ സർ. സലീം പറയൂ. ഇവിടെ സൗദിയിലാണ്. ഞാൻ 16 വർഷമായിട്ട് പിസ്സന്റെ ഷോപ്പുകളാണ്. എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട് സൗദിയില്? ഇപ്പൊ നിലവില് 10 ഔട്ട്ലെറ്റ്. ഞാൻ ടാജിയ ലൈസൻസ് എടുത്തപ്പോ മാഷാഅല്ലാ, മബ്രൂക്ക്. പിന്നെ ഗഫീല് 4 ഷോപ്പ് കയ്യിലാക്കി. പല ഏരിയകളിലാണ്. എനിക്കുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഒന്നുള്ളത് ബുറൈദിയിലാണ്, പിന്നുള്ളത് തബൂക്കിലാണ്, മദീനത്താണ്. അതൊന്നും പ്രശ്നമില്ല. പല ഏരിയകളിലാണ് സൗദി. അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെയാണ്. ഇതിന് സ്വിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞൊരു 5 വർഷം മുമ്പുള്ള ബിസിനസ് അല്ല, ഇപ്പൊ അതിന്റെ ശേഷമുള്ള 5 വർഷം 10 വർഷത്തെ ബിസിനസ് അല്ല. അപ്പൊ ഇത് എങ്ങനെ ഒരു നല്ല ബ്രാൻഡാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളത്. ഇപ്പൊ നിലവിൽ 10 ഔട്ട്ലെറ്റ് ഉണ്ട്, 15 ഔട്ട്ലെറ്റ് ഉണ്ട്. അത് എന്റെ കയ്യിൽ 10 ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ചെറിയൊരു ബ്രീഫും കൂടി അറിയാൻ. ഒരു 6 മാസമായിട്ട് പിസ്സ, ബർഗർ, ഷവർമ അതെല്ലാം ആഡ് ചെയ്തിട്ട് മെനു കുറച്ച് കൂട്ടിയിട്ട്. എന്താ നിങ്ങളെ ബ്രാൻഡിന്റെ പേര്? നേരത്തെ പിസ്സ അൽമാസ് ആയിരുന്നു. ഇപ്പൊ അത് റീബ്രാൻഡ് ലോഗോ രജിസ്റ്റർ ചെയ്തിട്ട് റോസ്റ്റൻ ആക്കി. അങ്ങനെ കാണാൻ രസമുണ്ടാവും. ഉഷാറാ കാണാനൊക്കെ. അങ്ങനെ നമ്മളൊരു ലോഗോ ചെയ്യിച്ചതായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നിങ്ങൾ എങ്ങനെ തുടങ്ങിയത്? അതായത് ആദ്യം എന്തായിരുന്നു നിങ്ങൾക്ക് പണി? വാട്ട് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട്? അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തായിട്ടാ തുടങ്ങിയത്? അപ്പം ജീവിതത്തിൽ പിസ്സ തന്നെയാണ് നിങ്ങളെ പരിപാടി. അടിപൊളി. അപ്പൊ നീ നല്ല മാനേജർമാരുടെയും ടീമിനെയും ഒക്കെ ഹയർ ചെയ്ത് ഒരു വിഷനൊക്കെ സെറ്റ് ചെയ്തൊന്ന് പ്രൊഫഷണലൈസ് ചെയ്യണം. ഒരു ചിക്കിങ് മോഡലിലേക്ക് പോകണം അല്ലേ? നമുക്ക് സെറ്റാക്കാം. 1 വർഷം കൊണ്ടേ, അതായത് നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നതിന്റെ ഒരു 40% വർക്ക് ചെയ്താൽ മതി 2027.
ബാക്കി 70% നമുക്ക് ടീമിനെ വെച്ച് റൺ ചെയ്യിപ്പിക്കാം. പ്രോഫിറ്റും കൂടും, സെയിലും കൂടും, നിങ്ങൾക്ക് കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാനുള്ള ടൈമും കിട്ടും. അത് വാങ്ങിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഇൻഷാ അല്ലാ. അപ്പൊ കറക്റ്റ് ടൈമിന് കറക്റ്റ് മെന്റർഷിപ്പ്, കറക്റ്റ് സ്ട്രാറ്റജി, കറക്റ്റ് പ്ലാന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളറിയാതെ നമ്മൾ മുങ്ങിപ്പോകും. അപ്പൊ ഏതായാലും ചിലപ്പോൾ പഠിച്ചവനായിരിക്കും നിങ്ങൾ എന്റെ മുമ്പ് കൊണ്ട് എത്തിച്ച്. എങ്ങനെ ഇവിടെ എത്തി നിങ്ങള്? ഞാനിങ്ങനെ സാറിന്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, പിന്നെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ. ഓക്കെ. അപ്പൊ അത് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ബ്രാൻഡ് എടുത്ത് ബ്രാൻഡിന് എന്തൊക്കെയാണെന്ന് കാര്യങ്ങളൊന്ന് പഠിച്ച് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി ആദ്യം നമ്മളെ സ്ട്രാറ്റജി ഉള്ളതൊന്ന് സിസ്റ്റ് ആക്കുക എന്നുള്ളതായിരിക്കും. രണ്ടാമത്തെ സ്ട്രാറ്റജി ഇപ്പോൾ ഉള്ള സെയിൽസും പ്രോഫിറ്റും ഒന്ന് ഡബിൾ ആക്കുക എന്നുള്ളതായിരിക്കും. മൂന്നാമത്തെ സ്ട്രാറ്റജി സിസ്റ്റം ആയതിനു ശേഷം അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അങ്ങനെ 3 ലെവലിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ പൊളിക്കും. അപ്പൊ അതിന് ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷയം പല അതിനുള്ളൊക്കെ ഇപ്പൊ കൂട്ടത്തില് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 5 ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്തം കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അവനെ പിടിച്ചിട്ട് നമുക്ക് ഏരിയ മാനേജർ ആക്കാം. അത് ഓല് കൊടുത്തിട്ട് ഓല് എന്ത് പണിയെടുക്കണം എന്നുള്ളത് നമ്മൾ എഴുതി ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതായത് അവരുടെ ജോലി എന്താണെന്ന് നിശ്ചയിക്കുകയും അതിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമുക്കൊരു ടൂൾ ഉണ്ടാവുകയും വേണം. അപ്പോഴെന്താവുള്ളൂ. അല്ലെങ്കിൽ ഓല് എന്തെങ്കിലും പോയി പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് സെറ്റാക്കാം. ആ പ്രശ്നം ഇപ്പൊ സോൾവ് ആക്കണ്ട, നമുക്ക് സോൾവ് ചെയ്ത് തരാം. ഡോണ്ട് വറി. നിങ്ങൾ റൈറ്റ് യു ആർ. അതായത് ഈ പണി കുറെ വട്ടം എടുത്ത ഒരാളെ കയ്യിലപ്പം നിങ്ങൾ ഉണ്ടാവുകൊണ്ട് ബേജാറണ്ട. പൊളിക്കും. സലാം. യെസ്, നമ്മൾ ഏകദേശം കഴിഞ്ഞു. അൻവർ റഷീദാ ബാക്കിയുള്ളത്. അൻവർ റഷീദ് പറയൂ. അൻവർ പറയൂ. യെസ്, അൻവർ ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യം ജോയിൻ ചെയ്ത് അവസാനം പോണ ആളാണ്. പറയൂ. സാറേ, പിന്നെ നിലവിലെ ബിസിനസ് ഒന്നുമില്ല. ഓക്കെ. ഞാൻ ഓൾറെഡി പഠിക്കുന്ന കാലത്ത് ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഒരു 20-ലൊക്കെ അത് എല്ലാം ബ്രേക്ക് ഈവൻ ആയി. നിലവിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക്. ഇപ്പൊ എന്താ ചെയ്യണേ? അന്നൊരു ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ, കോളേജ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊരു പാർട്ണറുണ്ട്. അപ്പം കോളേജ് ബേസിൽ ആ ഒരു റെഫറൻസ് ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് നിലവിൽ. സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല പോകുന്നത്. നമുക്ക് ബാക്കപ്പ് ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒക്കെ വെച്ചിട്ട് റൺ ചെയ്തു പോവാം. ഇപ്പൊ ലാസ്റ്റ് പ്രീവിയസ് ഇയറിലൊക്കെ ദുബായിലും സൗദിയിലൊക്കെ വന്ന് നോക്കിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പക്ഷെ ഒന്നും ഒരു ക്ലാരിറ്റി വരുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഇങ്ങനെയുള്ള ബിഗിനേഴ്സിന് എങ്ങനെയാണ് ഒരു ഇതാവുന്നതെന്നാണ്. നിങ്ങളിപ്പോ എവിടെയുള്ളേ? നാട്ടിലെവിടെ? ഞാൻ കോഴിക്കോട് ഓഫീസിൽ ഉണ്ടാവുന്ന സമയത്ത് എന്നെ ഒന്ന് മീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊന്ന് മീറ്റ് ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്താൽ മതിയല്ലോ. വെറുതെ ക്യാഷ് കളയണ്ട. എന്നെ ഒന്ന് മീറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ആരായിട്ടാണോ ഏത് സെയിൽസ് കൺസൾട്ടന്റായിട്ട് സംസാരിക്കുന്ന അവരായിട്ട് പറയൂ. അവർ നിങ്ങൾക്ക് ഡേറ്റ് തരും കേട്ടോ. നിങ്ങൾ നമ്മുടെ ഓഫീസിൽ ഏത് നമ്പറിലാണ് സംസാരിക്കുന്നത് അവരായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. അവർ നിങ്ങൾക്ക് ഡേറ്റ് തരും. യെസ്, സലീം പറയൂ. സലീം ഞാൻ ഡിസംബർ 10 ശേഷം കോഴിക്കോട് ഉണ്ടാവും. ഡിസംബർ 10 ശേഷം 2-ാം തീയതി 3-ാം തീയതി ഉണ്ടാവും. പിന്നെ 10 ശേഷമാണ് കോഴിക്കോട് ഉണ്ടാവുക. സലീം പറയൂ. സലാം. ഞാൻ ജിദ്ദയിലാണ്. ഇവിടെ ഒപ്റ്റിക്കൽസ്. എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? എന്താ പേര്? റവന്യൂ അറേബ്യൻ ഒപ്റ്റിക്കൽ. ഓക്കെ. അടിപൊളി. അപ്പൊ നമ്മളിപ്പോ സൗദിയിൽ നിങ്ങളൊരു ബ്രാൻഡ് എമർജ് ചെയ്ത് കണ്ടോ? ഐവ ശ്രദ്ധിച്ചോ? ഐവ എന്ന് പറഞ്ഞ ഒപ്റ്റിക്കൽ ശ്രദ്ധിച്ചോ? ഇന്ത്യയില് ലെൻസ്കാർട്ട് IPO അടിച്ചത് അറിഞ്ഞോ? IPOയിൽ പോയി 70,000 കോടി വാല്യുവേഷൻ. 70,000 കോടി വാല്യുവേഷനിൽ ലെൻസ്കാർട്ട് IPOയിൽ പോയി. നമ്മളിങ്ങനെ നോക്കിന്നോളി 8 പീടിയായിട്ട്. അതിന് 8 പീടി ഉണ്ടാകുമ്പോ നമുക്ക് തോന്നുകയാണ് നമ്മളൊരു സംഭവമാണെന്നേ.
ആ തോന്നിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, അത് എട്ടുള്ള നമുക്ക് ആദ്യം ഒരു 20 ആക്കാം, 25 ആക്കാം, 25 50 ആക്കാം, 50 100 ആക്കാം. മെല്ലെ മെല്ലെ വളരാ. നാട്ടിലെവിടെ? പൊളിക്കും. നമ്മളടുത്ത് എന്ത് ഹെൽപ്പാ സപ്പോർട്ടാ വേണ്ടേ? സെറ്റാക്കാം. കൂട്ടാൻ പറ്റാണെങ്കിൽ പറഞ്ഞാല് ആരാപ്പ പറ്റൂല നിങ്ങളോട് പറഞ്ഞേ? എന്താണ് ഭായി, നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ തലന്റെ വലിപ്പം കൂട്ടണം. ഇപ്പത്തെ മാർക്കറ്റ് കാരണം എപ്പോഴാ പിന്നെ മാർക്കറ്റ് നന്നായിക്കണേ? ഞാൻ 1980 കേൾക്കാൻ തുടങ്ങി ഗൾഫ് തീർന്ന് മക്കളെ, ഗൾഫ് തീർന്ന്, ഇനി ഗൾഫിക്ക് അങ്ങോട്ട് പോകണ്ട, ഗൾഫിൽ മാന്യാണ്. അങ്ങോട്ട് ഇപ്പോഴും പിന്നെ നിങ്ങളെ മുമ്പ് കൂടെ അല്ലേ പിന്നെ ഐവന്റെ 100 ഔട്ട്ലെറ്റ് തുറന്നത്. അവൾക്ക് മാർക്കറ്റ് പ്രശ്നമല്ലേ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഒരു ബിസിനസ്സിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പറഞ്ഞുതരാം. അതിന് വേണ്ട ടീമുകളെ കണക്ട് ചെയ്ത് തരാം. അത് ഒരു നമ്മൾ ആദ്യം ഇപ്പൊ ഉള്ള സാധനം ഇപ്പൊ നിങ്ങൾക്കുള്ള 8 നമുക്കൊരു 25 ആക്കാം. ആദ്യം മെല്ലെ ഒരു 2-3 വർഷം കൊണ്ട് മതി. പിന്നെ 25-50 ആക്കാം. ആ ഒരു ഗോള് പിടിച്ചു നോക്കാം, ശരിയാവും. അതിന്റെ ഇടയ്ക്ക് ബ്രാൻഡൊക്കെ ഒന്ന് സെറ്റാക്കി, റീബ്രാൻഡ് ചെയ്തൊന്ന് മൊഞ്ചാക്കി, ടീമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഒന്ന് ഒരു ഓട്ടോമൈസേഷൻ കൊണ്ടുവന്ന് നിങ്ങളെ ടൈം ഒന്ന് ഫ്രീ ആക്കാം. നമുക്ക് കുടുംബത്തിന്റെ കൂടെ ഒക്കെ കുറച്ച് സമയം ചെലവഴിക്കണ്ടേ? അങ്ങനെ പോയാൽ മതിയോ? മറ്റത് കച്ചവടമൊക്കെ സെറ്റായി വരുമ്പോഴത്തേന് ഓളോളം ബൈക്ക് പോവും. ഇൻഷാ അല്ലാ പൊളിക്കണം. ഞാൻ ജിദ്ദയിൽ വരുമ്പോ കാണാം. ജിദ്ദയിൽ വരലുണ്ട് കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും ജിദ്ദയിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് മീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ, സന്തോഷം. യെസ്, ഡിൽജ് പറയൂ. ഡിൽസ് ട്രേഡിംഗ് അല്ലേ? ഡിൽസ് ട്രേഡിംഗ് എന്താ വിശേഷം? പറയൂ. കേൾക്കുന്നുണ്ട്, പറയൂ. കേൾക്കുന്നുണ്ട്, പറയൂ. മലപ്പുറത്താണ്, മേൽമുറിയിലാണ്. ഞാനൊരു സെയിൽസ് വർക്കാണ് ചെയ്യുന്നത്. നമ്മളെ ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. ഞാൻ സാറിന്റെ ഇതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ. നിങ്ങളെ വെബ്സൈറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഡിൽജ് ട്രേഡിംഗ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിൽസ് ട്രേഡിംഗ് അല്ലേ? ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അത് നമ്മള് എന്താ വെച്ചാല് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൾറെഡി സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റക്കാണ് ചെയ്യുന്നത്. ഒറ്റക്ക് പറഞ്ഞാൽ 2 സ്റ്റാഫ് ഉണ്ട്. ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളെവിടെ? നാട്ടിലെവിടെ? നാട്ടില് മലപ്പുറത്താണ്, മെയിൻമുറി. നിങ്ങള് ഡിസംബർ 10 ശേഷം ഒന്ന് കോഴിക്കോട് ഓഫീസിൽ വരുമോ? 10 ശേഷം നിങ്ങൾ ഇബായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു ഡേറ്റ് വാങ്ങിയിട്ട് ഞാൻ കോഴിക്കോട് ഉണ്ടാകുമ്പോൾ വരി. എന്നിട്ട് നമുക്കൊന്ന് ഇരുന്നിട്ട് എന്തൊക്കെയാണ് നോക്കിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോഴേക്ക് മൂസിനായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഓൾറെഡി വെബ്സൈറ്റും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞോണല്ലോ നിങ്ങള്. അത് നമുക്ക് സെറ്റാക്കി എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് ചർച്ച ചെയ്ത് തീരുമാനമാക്കാം. എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെയെന്ന് ചർച്ച ചെയ്തിട്ട് അതൊന്ന് നമുക്ക് നമ്മുടെ ടീമിന് അത് കൊടുക്കുകയും ചെയ്യാം, വർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഒരു വർഷം ഒന്ന് കൂടിയൊക്കെ, ഇനിയിപ്പം ബിസിനസ് ഇമ്മർഷൻ കഴിഞ്ഞു, ഞാൻ അടുത്ത വർഷം ബിസിനസ് ഇമ്മർഷൻ ഉണ്ടാവുള്ളൂ. അതുവരെ ഈ BCC ഒന്ന് കൂടി നോക്കി, അപ്പോഴല്ല അത് എങ്ങനെയാ എന്താ എവിടെയാന്നൊരു ക്ലാരിറ്റി ഇട്ടുള്ളൂ. അപ്പം കൈ ഉയർത്തിയ എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നസീർ ഭായെ കാണുന്നുണ്ട്, നമ്മുടെ ചൈന സുനീബായെ കാണുന്നുണ്ട്. എല്ലാവരും ഫുൾ ടൈം, അതായത് നമ്മൾ ഏകദേശം 160-150ഓളം പേര് ഇത്രയും നേരം 2 മണിക്കൂറായി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഏതായാലും ഈ ഒരു കൂടിച്ചേരൽ നമ്മുടെ ലൈഫിലുള്ള ഒരു വലിയ വഴിത്തിരിവാവട്ടെ. നമ്മുടെ ബിസിനസ് ഒരുപക്ഷെ നമ്മൾ കുറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊരു കറക്റ്റ് മെന്ററിങ്ങിലൂടെ അല്ലെങ്കിൽ കറക്റ്റ് രീതിയിലൂടെ, കറക്റ്റ് സ്ട്രാറ്റജിയിലൂടെ, കറക്റ്റ് നോളജിലൂടെ ആയിരിക്കില്ല ചിലപ്പം പോയിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാ ബിസിനസ് വളർത്തണം ഒരു ഭാഗത്ത്, ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ടൈം ഫ്രീ ആക്കണം രണ്ടാമത്തെ ഭാഗത്ത്. 3 നമുക്ക് ഫാമിലിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ കുട്ടികൾക്കൊക്കെ കൂടുതൽ സമയം കൊടുക്കാൻ കഴിയണം. അതേസമയം നമ്മുടെ കാലശേഷം നമ്മുടെ ബിസിനസ് അടിപൊളി ബ്രാൻഡായിട്ട് നിലനിൽക്കുമാണ്. ഇങ്ങനെയൊക്കെയുള്ളത് ഇന്ന് ബിസിനസ്സിന് കിട്ടുന്ന പൈസ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുമാണ്. എല്ലാം കൂടി ഒരു നല്ല ബിസിനസ്മാനിലേക്കുള്ള, ഒരു ബാലൻസ്ഡ് ബിസിനസ്മാനിലേക്കുള്ള യാത്രയിലേക്ക്, ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്നുള്ള കമ്മ്യൂണിറ്റിയിലേക്ക്, ഒരു പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, നന്മയുള്ള, ഗ്രോ ചെയ്യുന്ന ബിസിനസ്മാൻമാരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാ. ബിസിനസ് കോച്ചിങ് ക്ലബ്ബിൽ വെച്ചിട്ട് ഈ വർഷം ഫുള്ളായിട്ട് ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ്സിനെ സിസ്റ്റമാക്കി ഒരരട്ടി വളരാനുള്ള ഒരു യാത്ര നമുക്ക് തുടങ്ങാം.
താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇൻഷാ അല്ലാ നമ്മൾ പൊളിക്കും. എന്തേ